കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ കരങ്ങളടിച്ച് ദൈവം നന്ദി പറയാം. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മറുപടിയുണ്ട്. ആമേൻ പറയാം. ഏത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. നമ്മുടെ പരിഹാരം നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നമുക്ക് ഏത് വിഷയം വന്നാലും അതിനകത്ത് നമുക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്, അവിടുന്ന് എൻ്റെ ദൈവമാണ്. എൻ്റെ ജീവിതത്തിനകത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നീ എനിക്ക് ഉത്തരമായിട്ടുണ്ട് എന്ന് പറയുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ. െല്ലാം ഒരു മറുപടിയുണ്ട്, എൻ്റെ വേദനകൾക്കെല്ലാം ഒരു വിടുതലുമുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മറുപടിയുണ്ട്, എൻ്റെ വേദനകൾക്കെല്ലാം ഒരു വിടുതലുമുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ എൻ കൂടെയുള്ളതിനാ, ഉയർച്ചകൾ, സൗഖ്യങ്ങൾ, നന്മകൾ ഞാൻ പ്രാപിക്കും. ഉയർത്തെഴുന്നേറ്റവൻ എൻ കൂടെയുള്ളതിനാ, ഉയർച്ചകൾ, സൗഖ്യങ്ങൾ, നന്മകൾ ഞാൻ പ്രാപിക്കും. ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് മരണത്തിൽ നിന്നവൻ ഉയർത്തെഴുന്നേറ്റ് 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 മരണത്തിൽ, ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് മരണത്തിൽ നിന്നവൻ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ്. ശത്രുക്കൾക്കെന്റെ നന്മകളൊന്നും പിടിച്ചു വയ്ക്കുവാൻ സാധ്യമല്ലേ, ശത്രുക്കൾക്കെന്റെ നന്മകളൊന്നും പിടിച്ചു വയ്ക്കുവാൻ സാധ്യമല്ലേ. വാളല്ല സ്വന്തം ബലമല്ല, വാളല്ല സ്വന്തം ബലമല്ല, ജയം നൽകുന്നത് നിന്റെ വലം കൈയും ഭുജവുമാണേ. ജയം നൽകുന്നത് നിന്റെ വലം കൈയും ഭുജവുമാണേ. ഞാനവന് പ്രിയനാണേ, എന്റെ യേശുവിന് പ്രിയനാണേ. 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 എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മറുപടിയുണ്ട്, എന്റെ വേദനകൾക്കെല്ലാം ഒരു വിടുതൽ. എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മറുപടിയുണ്ട്, എന്റെ വേദനകൾക്കെല്ലാം ഒരു വിടുതലുമുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ എൻ കൂടെയുള്ളതിനാ, ഉയർച്ചകൾ, സൗഖ്യങ്ങൾ, നന്മകൾ ഞാൻ പ്രാപിക്കും. ഉയർത്തെഴുന്നേറ്റവൻ എൻ കൂടെ ഉള്ളതിനാ, ഉയർച്ചകൾ, സൗഖ്യങ്ങൾ, നന്മകൾ ഞാൻ പ്രാപിക്കും. ഉയർത്തെഴുന്നേറ്റ് 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 മരണത്തിൽ നിന്നവൻ ഉയർത്തെഴുന്നേറ്റ് 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 മരണത്തിൽ നിന്നവൻ ഉയർത്തെഴുന്നേറ്റ് 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 മരണത്തിൽ നിന്നവൻ ഉയർത്തെഴുന്നേറ്റ്. നന്ദി കർത്താവേ. ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അല്പനേരം അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചേ. അന്യഭാഷയുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചേ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചേ. ആ കൈകളൊന്ന് അടിച്ച് ശബ്ദം ഉയർത്തിക്കേ, വായി തുറന്നേ.
റുന്ധനനനി അന്ധലകബ റാന്തനോറുസിലെ അന്ധലകബ ലക്ഷ്മിയോ തുറുക്കു റാന്ധനി അന്ധലകബ റസലകബര കതരനറുക്കു ലനനനന മസിലിനിനുനുക്കു റികനനനനവ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശബ്ദം, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പരിധിയിൽ നിൽക്കുന്നവരും അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തിന്റെ കീഴിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിനും അങ്ങയുടെ ആത്മാവിന്റെ ശബ്ദത്തിനും ഇവർ ഓരോരുത്തരും വ്യക്തിപരമായി ഇവരോട് ഇടപെടുന്ന വിധത്തിലാകട്ടെ. അപ്പ കൈകളടിച്ച് കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞേ. ഈ പകൽ അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കാൻ പോകുന്നു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്നു. അനിഭാഷയിൽ ദൈവത്തെ ആരാധിച്ചേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ആഗ്രഹിച്ചേ. ഇന്ന് പകൽ ഉയർപ്പിന്റെ പകൽ ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോ എന്റെ വീട്ടിനകത്ത് ഉയർപ്പുണ്ടാകാനായി പ്രാർത്ഥിച്ചേ. എന്റെ വീട്ടിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ ഈ പകൽ മുതൽ മാറ്റപ്പെടുന്നതിനായി സ്തോത്രം ചെയ്തേ. അടുത്തിരിക്കുന്ന ഒരാളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഈ പകൽ നിങ്ങളുടെ പകലാണ്, ഇത് നിങ്ങളുടെ ഉയർപ്പിന്റെ പകലാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ഇത് നിങ്ങളുടെ ഉയർച്ചയുടെ പകലാണ്. ഈ പകൽ നിങ്ങളുടെ മാന്യതയുടെ പകലാണ്. ബൈബിൾ എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 14-ാം അധ്യായം 17-ാം വാക്യം നിന്നുകൊണ്ട് കേട്ടായിട്ട് ഞാൻ പ്രസംഗിക്കുകയല്ല. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, എന്നിട്ട് പറയുക നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഇപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇറ്റ് ഈസ് റൈച്ചസ്നെസ്, നീതിയാണ്. 1 ഗുണം അല്ലെങ്കിൽ 1+1 അത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2 സമം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് സമം ഇട്ടാൽ, ദൈവരാജ്യത്തിന് ഇക്വേഷൻ ഇട്ടാൽ, ദൈവരാജ്യത്തിന് സമം ഇട്ടാൽ വേദപുസ്തകം പറയുക ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയാണ്. എല്ലാവരും എന്ന് പറഞ്ഞേ, ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ദൈവരാജ്യം എന്നത് നീതിയാണെന്ന് അറിയാമെങ്കിൽ ആ നീതി എന്തെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, ഞാൻ ഒരു 2014 പരിശുദ്ധാത്മാവിന് ഇടപെട്ട ഒരു വാക്യം ഞാൻ പറഞ്ഞു, miracles are normal because we are in the kingdom. ഞാൻ അത്ഭുതങ്ങൾ സാധാരണമാണ്, കാരണം ഞാൻ അവന്റെ രാജ്യത്തിനകത്താണ്. അപ്പൊ രാജ്യത്തിനകത്ത് ഞാനാണ് എന്ന് ആർക്കൊക്കെ മനസ്സിലാകുന്നുവോ അവർക്ക് അത്ഭുതങ്ങൾ സാധാരണമായി അനുഭവിക്കാനായി പറ്റും. കുറച്ചും കൂടെ ചുണയായിട്ടൊരു ആമേൻ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, ഈ ഹോളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും വേദപുസ്തകം പറയുകയാണ് ഞാൻ അവന്റെ രാജ്യത്തിനകത്തായിരിക്കുകയാണ്. ഓ, നിങ്ങളുടെ ശബ്ദം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അദൃശ്യമായ ഒരു രാജ്യം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ രാജ്യത്തിനകത്ത് ആരൊക്കെ കടന്നു വരുന്നുവോ അവരാണ് അത്ഭുതങ്ങൾ അനുഭവിക്കുന്നത്. കുറച്ചും കൂടെ ചുണയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ. I am in his kingdom. ഞാൻ അവന്റെ രാജ്യത്തിനകത്താണ്. ആ രാജ്യത്തിനകത്ത് ദൈവത്തിന്റെ നീതിയെ ആരെങ്കിലും ഗ്രഹിച്ചാൽ അയാൾ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ഇടയാകും, അയാൾ അടയാളങ്ങൾ അനുഭവിക്കാൻ ഇടയാകും, അയാൾ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ഇടയാകും, അയാൾ അടയാളങ്ങൾ അനുഭവിക്കാൻ ഇടയാകും. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, നീ രാജ്യത്തിനകത്താണ്, അതുകൊണ്ട് നീ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ഇടയാകും. കമോ, അത്ഭുതങ്ങൾ അനുഭവിക്കാൻ ഇടയാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ പാപം നിമിത്തം ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ പാപനിമിത്തം ശരീരം മരിക്കേണ്ടതാണ്, ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതാകുന്നു. വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ല, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ലായിരിക്കാം. പക്ഷെ അതിന്റെ സിമ്പിളായ ഒരു അർത്ഥം പറയാം. ദൈവം നൽകിയിരിക്കുന്ന നീതി നിമിത്തം ആത്മാവിലൂടെ നമുക്ക് ജീവനിലേക്ക് പ്രവേശിക്കാനായി കഴിയും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
നീയും ഞാനും ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് മരണമായിട്ടാണ്, നാശമായിട്ടാണ്, തകർച്ചയായിട്ടാണ് എങ്കിൽ ദൈവം പറയുക, ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവം നൽകുന്ന നീതി നിമിത്തം ഞാൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുകയാണ്. ഈ പകൽ ചിലർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കയറട്ടെ. ഈ പകൽ ചിലർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കയറട്ടെ. ഈ പകൽ ചിലർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കട്ടെ. മരണം നീങ്ങിപ്പോകട്ടെ, വേദനകൾ നീങ്ങിപ്പോകട്ടെ, സങ്കടങ്ങൾ നീങ്ങിപ്പോകട്ടെ. Come on, കൈകളടിച്ചു ഹല്ലേലൂയ പറ. Rakatana rana salaka bana roto rusina nana silikaranato. അനിഭാഷയിൽ ആരാധിച്ച ആത്മാവിൽ നിറഞ്ഞ് രാധിനി നകതലന രാകോതോ. അനിഭാഷയിൽ ആരാധിച്ച ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. Come on, ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ്. ലുഞ്ചിനി ആന്തലോ. കർത്താവേ, നീ ചെയ്യുന്ന എല്ലാ നന്മയ്ക്ക് നന്ദി. In Jesus name. ഇരിക്കാം നമുക്ക്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിന്ന് ഇന്നത്തെ പ്രസംഗം ആരംഭിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ വ്യത്യാസപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നിങ്ങൾ ആ വാചകം ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ വചനത്താൽ എന്ന് അവിടെ എഴുതിയിട്ടില്ല. ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവവചനമാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ വചനം എന്നാണ്. എന്താണ് ദൈവവചനം ക്രിസ്തുവിന്റെ വചനം തമ്മിലുള്ള വ്യത്യാസം? അങ്ങനെ വല്ല വ്യത്യാസം ഉണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ വചനം എന്നാണ്, വേർഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താണ് ആ വാചകം കൊണ്ട് ദൈവവചനം അർത്ഥമാക്കുന്നത്? വേർഡ് ഓഫ് ക്രൈസ്റ്റ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആ വെളിപ്പാടിന്റെ വചനം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വാസം കേൾവിയാലും കേൾവി. നിങ്ങൾ ആ വാചകം വായിക്കുമ്പോൾ നമ്മുടെ തലയിൽ വരാത്ത 2-3 പ്രധാന ചിന്ത പറയാം. അവിടെ എഴുതിയിരിക്കുന്നത് കേൾവി. എല്ലാവരും പറഞ്ഞേ കേൾവി. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. കേൾവി. ശബ്ദം ഉയർത്തി പറ. ചെവിയിലൂടെ തൊട്ടിട്ട് പറഞ്ഞ കേൾവി. അവിടെ കേൾവി എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഹിയറിംഗ്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിന്റെ ഭാഷ പറഞ്ഞ, ഈ വാക്യത്തിന്റെ ഭാഷ പറഞ്ഞ എനിക്ക് കേൾവി ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നേ. പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചെവി കേൾക്കാം. ഇവിടെ ബൈബിൾ പറയാം വിശ്വാസം കേൾവിയാലും കേൾവി. കേൾവി, കേൾവി, ഹിയറിംഗ് എബിലിറ്റി, കേൾവി. എനിക്ക് ചെവി കേൾക്കാൻ കഴിഞ്ഞത്, എനിക്ക് ചെവി കേൾവി ഉണ്ടായത് ക്രിസ്തുവിന്റെ വചനത്താലാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ചെവി കേൾക്കാലോ. എങ്ങനെ ഈ പറയുന്നത് കേൾവി ഉണ്ടായി എന്ന് പറയുന്നത്? എന്തോ എനിക്ക് ചെവി കേൾക്കാലോ, പിന്നെ എങ്ങനെ കേൾവി ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നേ? Why? നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു മനസ്സിലായി? എന്തുകൊണ്ടാണ് കേൾവി ഉണ്ടായെന്ന് എഴുതിയിരിക്കുന്നത്? കേൾവി യേശുവിന്റെ വചനം അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ഈ ചെവി കൊണ്ട് കേൾക്കാൻ തുടങ്ങുമ്പോൾ വേദപുസ്തകം പറയുക നമ്മുടെ ഹൃദയത്തിന്റെ ചെവി തുറക്കാനിടയാകും. അതാണ് കേൾവി എന്ന് ഉദ്ദേശിച്ചത്. ഈ ചെവിയുടെ കേൾവിയല്ല, അകത്തെ ചെവിയാണ്. നിങ്ങൾ ബൈബിളിലെ ഒരു വാക്യം വായിച്ചു കാണാം, നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ വാചകം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ അവരോട് ഉപമയായി സംസാരിക്കുന്നു. അവർ ചെവി കൊണ്ട് കേൾക്കും, ഗ്രഹിക്കുകയില്ല താനും. അവർ കേൾക്കുന്നുണ്ടോ, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്? അതിന് അടുത്ത വാചകം നിങ്ങൾ എഴുതിയിരിക്കുന്നുണ്ടോ? ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നെന്ന്.
ഹൃദയം ചെവിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? നിങ്ങൾ എന്റെ ഒപ്പ് എത്തിയെന്നാണോ ഇല്ലെന്നാണോ? അവിടെ പറയുന്നത് കണ്ടോ, അവർ കേൾക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നില്ല. അതിന്റെ കാരണം പറയുന്ന അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നെന്ന്. ഒന്നും കൂടെ പറയാം ഞാൻ. അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. അതിന്റെ കാരണം അവരുടെ ഹൃദയത്തിനാ കുഴപ്പമെന്ന്. അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഉറക്കെ പറ. എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും കേൾക്കുന്നുണ്ടെങ്കിലും പലതും നമുക്ക് മനസ്സിലാകുന്നില്ല. ദൈവജനം പറയുക, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഞാൻ കേട്ടപ്പോ നമ്മുടെ ഹൃദയത്തിന് അത് മനസ്സിലായി. മനസ്സിലായപ്പോൾ നമ്മൾ പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് വേണ്ടിയാ മരിച്ചത്, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാ മരിച്ചത്, അവിടുത്തെ രക്തം എൻ്റെ പാപങ്ങളെ മോചിപ്പിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്ത് മണ്ടത്തരവാ. പക്ഷെ നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം, അത് പറയാനുള്ള കാരണം, നമുക്കത് ഹൃദയത്തിൽ മനസ്സിലായി. യേശു കാൽവറിയിൽ എനിക്ക് വേണ്ടിയാ മരിച്ചതെന്ന് ഹൃദയത്തിൽ മനസ്സിലായി. കേട്ടവരാണെങ്കിൽ പറയും, അതെങ്ങനെയാ 2000 കൊല്ലം മുമ്പ് മരിച്ച ഒരാൾക്ക് ഇപ്പോ എന്റെ പാപത്തിനെ മോചിപ്പിക്കാൻ പറ്റുന്നേ? യേശുവിന്റെ രക്തം എന്റെ തലയിൽ വീണില്ലല്ലോ, എന്റെ ശരീരത്തെ കഴുകിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് ചിന്ത വരാം. അവർ കേട്ടവരാ, അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് അവർക്ക് കേട്ടവരെ പോലെയല്ല, എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവേ, അവിടുത്തെ രക്തം എൻ്റെ സകല പാപത്തെയും പോക്കി. അവ കേൾവിയും മനസ്സിലാക്കലും നിന്റെ ഹൃദയത്തിനകത്താണ് നിൽക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ. ഇത്രയും ഞാനിത് പറയുന്നുള്ളൂ, കുറച്ചും കൂടെ ആഴത്തിൽ പറയേണ്ടതാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായാൽ മാത്രമേ എനിക്ക് അതിനോട് പ്രതികരിക്കാൻ ഒക്കത്തുള്ളൂ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. യേശു കാൽവറിയിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് എൻ്റെ ഹൃദയത്തിൽ മനസ്സിലാകുമ്പോൾ മാത്രമേ എനിക്ക് അതിനോട് പ്രതികരിച്ചിട്ട് എൻ്റെ പാപങ്ങളെ അവിടുത്തെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദൈവവചനത്തിന്റെ സത്യം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാവാത്തിടത്തോളം കാലം എനിക്കത് അനുഭവിക്കാൻ പറ്റത്തില്ല. ഒന്നും കൂടെ ആവർത്തിക്കാം. ഏതെങ്കിലും കാര്യം ഞാൻ കേട്ടതുകൊണ്ട് കാര്യമില്ല, എനിക്കത് നന്നായി ഹൃദയത്തിൽ മനസ്സിലായാൽ മാത്രമേ എനിക്കത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അനുഭവിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ എല്ലാം രഹസ്യം എന്ന് പറയുന്നത്. ഞാൻ ഒരു തമാശ പറയട്ടെ. ചില ആളുകൾ പറയാറുണ്ട്, നമ്മളെ പോലുള്ള സഭകൾ ന്യൂ ജനറേഷൻ സഭകൾ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. കേരളത്തിലെ, ലോകത്ത് ഇന്ന് ന്യൂ ജനറേഷൻ സഭകളാണ് വലുതായി നിൽക്കുന്നത്. ഒരിക്കൽ ബന്ധക്കോസ് സഭകളായിരുന്നു, ഇന്ന് ന്യൂ ജനറേഷൻ സഭകളാണ്. ലോകത്തിലെ എല്ലാ വലിയ സഭകളും ന്യൂ ജനറേഷൻ സഭകളാണ്. ചിലരെങ്കിലും പരാതി പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ന്യൂ ജനറേഷൻ സഭകള് പ്രോസ്പെരിറ്റിയാ പഠിപ്പിക്കുന്നതെന്ന്. പ്രോസ്പെരിറ്റി, സമൃദ്ധിയാണ് പഠിപ്പിക്കുന്നത്. തിരിച്ചൊരു കമന്റ് ഞാൻ ചോദിക്കട്ടെ, അപ്പോ ആ പറയുന്ന ആളുകള് ദാരിദ്ര്യമാണോ പഠിപ്പിക്കുന്നേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചോദ്യം. ഈ പുതിയ നിയമസഭകളെല്ലാം പഠിപ്പിക്കുന്നത് സമൃദ്ധിയാ, പക്ഷെ അപ്പോ നിങ്ങൾ പഠിപ്പിക്കുന്നത് ദാരിദ്ര്യമാണോ? അതോ നിങ്ങൾ ദാരിദ്ര്യം പഠിപ്പിക്കത്തില്ല, പ്രോസ്പെരിറ്റി പഠിപ്പിക്കത്തില്ല, ഇടയിൽ പഠിപ്പിക്കുവോ? യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത് ദരിദ്രനായത് ഞാൻ സമ്പന്നനാകാനാ. അത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ എനിക്ക് എന്താ പ്രസംഗിച്ചാൽ പ്രശ്നം? എന്നിട്ട് എന്താ നിങ്ങൾ സമ്പന്നരാകാത്ത ചിലരെങ്കിലും? എന്റെ കാരണം പറയട്ടെ. എത്ര പേർക്കാണ് ആ സമ്പന്നനാകും, ദൈവം ക്രിസ്തു യേശുവിൽ നമുക്ക് സമ്പന്നത നൽകിയിരിക്കുന്നു എന്നത് മനസ്സിലായിട്ടുള്ളത്? അവർക്ക് മാത്രമേ അത് അനുഭവിക്കാനായി കഴിയത്തുള്ളൂ. കൈയടിച്ചില്ല കണ്ടോ? നിങ്ങൾ ആമേൻ പറഞ്ഞില്ല അതിനെ.
ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ, രക്ഷ യേശു തന്നു എന്നത് എനിക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ അതിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ യേശു ക്രിസ്തു എനിക്ക് സമ്പന്നത നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമേ എനിക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് കാര്യമാണോ എനിക്ക് നന്നായി മനസ്സിലാകുന്നത്, ആ മനസ്സിലാകുന്നതിനെയാണ് റെവലേഷൻ എന്ന് വേദപുസ്തകം വിളിക്കുന്നത്. ആ റെവലേഷൻ ലഭിക്കുന്ന ഏത് കാര്യമാണോ അതിനകത്ത് എനിക്ക് ഡെലിവറൻസ് ഉണ്ടാകും. കൈകളടിച്ചില്ല, ഒരു ആമീൻ പറഞ്ഞില്ല. ശബ്ദമുയർത്തിയൊരു നല്ല ആമീൻ പറഞ്ഞ് ഞാൻ ഈ പറയുന്ന വാചകം ഏറ്റു പറഞ്ഞ്, എനിക്ക് ഏത് കാര്യമാണോ മനസ്സിലാകുന്നത് അതിനെയാണ് റെവലേഷൻ എന്ന് പറയുന്നത്. ആ റെവലേഷൻ ലഭിച്ച കാര്യങ്ങൾക്ക് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ്, ഏത് കാര്യമാണോ എനിക്ക് മനസ്സിലാകുന്നത്, ആ മനസ്സിലാകുന്നതിന് വേദപുസ്തകം എന്ന് വിളിക്കും, റെവലേഷൻ എന്ന് വിളിക്കും. ആ റെവലേഷൻ ലഭിച്ച ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്, ഏത് കാര്യമാണോ എനിക്ക് മനസ്സിലാകുന്നത് ആ കാര്യത്തിൽ എനിക്ക് റെവലേഷൻ ലഭിക്കും. ആ റെവലേഷൻ ലഭിക്കുന്ന കാര്യത്തിലാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഞാൻ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിച്ചത്. പക്ഷെ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എൻ്റെ പാപങ്ങളുടെ മോചനത്തിനാന്ന് 22-ാമത്തെ വയസ്സിലാണ് മനസ്സിലായത്. അപ്പൊ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായതിൻ്റെ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പാപിയാണ് കർത്താവേ, അവിടുത്തെ രക്തം എൻ്റെ സകല പാപത്തെയും പോക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് എനിക്ക് പാപമോചനം ഉണ്ടായി. അതേപോലെ നിങ്ങൾക്ക് എന്നാണോ കാൽവറിയിൽ യേശു മരിച്ചത് എൻ്റെ ഞെരുക്കത്തിനല്ല, എൻ്റെ ദാരിദ്ര്യത്തിനല്ല, എൻ്റെ ഉയർച്ചയ്ക്കാണെന്ന് ശരിയായ വിധത്തിൽ ഹൃദയത്തിൽ ഗ്രഹിക്കുന്നത്, അതിനുള്ള വാക്യങ്ങൾ മനസ്സിലാകുന്നത്, അന്ന് നിങ്ങൾക്ക് ആ മേഖലയിൽ ഡെലിവറൻസ് ഉണ്ടാകും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, എന്ത് കാര്യമാണോ എനിക്ക് റെവലേഷനായി മനസ്സിലാകുന്നത് അതിന് മാത്രമേ നമുക്ക് ദൈവിക ബ്ലെസ്സിങ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് ഇന്ന് ഒരു ദൈവിക റെവലേഷൻ സംസാരിക്കുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുത്താട്ടെ. നിങ്ങളുടെ കയ്യിൽ ഫോണാണ് ഉള്ളതെങ്കിൽ ആ ഫോണിനകത്ത് ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ എടുത്താട്ടെ. നമുക്ക് എടുക്കാം, റോമർക്ക് എഴുതിയ ലേഖനം എടുക്കാം, അതിനെ 5-ാം അധ്യായം എടുക്കാം, അതിനെ 6-ാമത്തെ വാക്യം എടുക്കാം. നമുക്ക് ആ വാക്യം എടുത്ത് എല്ലാവർക്കും ഒന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്കു വേണ്ടി മരിച്ചു. നിങ്ങളെടുത്തോ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിങ്ങൾ ആ വാചകം ഒന്നും കൂടെ വായിച്ചേ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്കു വേണ്ടി മരിച്ചു. സത്യത്തിൽ ഈ വാചകം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലായി. പക്ഷെ എൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒന്നും കൂടെ ആ വാചകം വായിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ, എല്ലാവരും പറഞ്ഞേ, നാം ബലഹീനരായിരിക്കുമ്പോൾ. അവിടെ എഴുതിയിരിക്കുന്ന വാചകത്തിന് 2-3 അർത്ഥങ്ങൾ ഞാൻ പറയാം. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞതിന്, വി വേർ സ്റ്റിൽ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞ എനിക്ക് സഹായം ലഭിക്കാതിരിക്കുന്ന കാര്യത്തിൽ, ഹെൽപ്ലെസ്, നമുക്കൊന്നും ചെയ്യാൻ കഴിവില്ലാതിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽപ്ലെസ്, കഴിവില്ലാതിരിക്കുമ്പോൾ. അടുത്ത വാചകം ഞാൻ പറയാം, വി വേർ ഇൻ വീക്ക്നെസ്. ഞാൻ പറഞ്ഞ അത് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്ഷീണിക്കപ്പെട്ടവനായിരിക്കുമ്പോൾ, കഴിവില്ലാത്തവനായിരിക്കുമ്പോൾ, ബലഹീനനായിരിക്കുമ്പോൾ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. വേറൊരു ട്രാൻസ്ലേഷൻ ഞാനൊരു വാചകം പറയാം, പവർലെസ് ടു ഹെൽപ്പ് ourselves. എന്നെ തന്നെ സഹായിക്കാൻ കഴിയാത്തവനായിരിക്കുമ്പോൾ. എല്ലാവരും പറഞ്ഞേ, എന്നെ തന്നെ സഹായിക്കാൻ കഴിയാത്തവനായിരിക്കുമ്പോൾ. അപ്പൊ ബലഹീനത എന്ന വാക്കിനെ ഇംഗ്ലീഷ് ബൈബിളിൽ പല വാചകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ഭാഷ പറയുന്നത് വിത്തൗട്ട് സ്ട്രെങ്ത്, ആരോഗ്യമില്ലാതിരിക്കുമ്പോൾ. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് രോഗിയായിരിക്കുമ്പോൾ. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് ബലഹീനനായിരിക്കുമ്പോൾ. എല്ലാവരും ഒന്ന് പറയാവോ, എനിക്ക് തന്നെ എന്നെ സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ. എന്താ ഈ ബൈബിൾ പറയുന്നത് ബലഹീനത എന്ന് പറഞ്ഞ വാക്കിനെ ഇത്രയും ആശയങ്ങൾ പറയാനുള്ള കാരണം എന്താ? ശ്രദ്ധിക്കൂ. എന്നെ തന്നെ എനിക്ക് സഹായിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഞാൻ മുൻകൂപിയാണ്, പക്ഷെ എനിക്ക് എന്നെ
അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ വ്യഭിചാര ആസക്തിയുള്ളയാളാണ്. മോശമായ ഒരാളെ കാണുമ്പോൾ എൻ്റെ അകത്ത് ആഗ്രഹങ്ങൾ വരികയാണ്. എനിക്ക് എന്നെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മാറാൻ കഴിയുന്നില്ല. എനിക്ക് തെറ്റായ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ എനിക്ക് എന്നെ തന്നെ മാറ്റാൻ പറ്റുന്നില്ല. ഞാൻ അഴുക്കിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷപ്പെടാനോ സ്വയം നന്നാവാനോ സ്വയം പുറത്തു വരാനോ കഴിയാതിരിക്കുന്ന അവസ്ഥയെയാണ് ബലഹീനത എന്ന് വിളിക്കുന്നത്. കുറച്ചും കൂടെ നന്നായി വേറൊരു ഭാഷയിൽ പറഞ്ഞ്, ഞാൻ കുരുത്തം കെട്ടിരിക്കുമ്പോൾ, ഞാൻ നശിച്ചിരിക്കുമ്പോൾ, ഞാൻ നാശ സ്വഭാവത്തിലായിരിക്കുമ്പോൾ, ഞാൻ അഴുക്കായിരുന്നപ്പോൾ, ഞാൻ അഴുക്ക് സ്വഭാവത്തിലായിരുന്നപ്പോൾ. അടുത്ത വാചകം ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ആ അഴുക്ക് സ്വഭാവത്തിലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇനി വേറൊരു മലയാളം ട്രാൻസ്ലേഷൻ പറയുന്നത്, ദൈവത്തിന് നിരക്കാതെ വേണം ജീവിക്കുമ്പോൾ. എങ്ങനെ ദൈവത്തിന് നിരക്കാതെ വേണം ജീവിക്കുമ്പോൾ യേശു ഭക്തർക്ക് വേണ്ടി മരിച്ചു എന്നല്ല, അഭക്തർക്ക് വേണ്ടി. ഒന്നും കൂടെ പറയാം. എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കേ, ഒന്ന് കര ഉയർത്തി കാണിച്ചേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് ശ്രദ്ധിക്കൂ, എൻ്റെ കൂടെ കരം ഉയർത്തി പറഞ്ഞ്, ഞാൻ കുരുത്തം കെട്ട് ജീവിക്കുമ്പോൾ, ഒന്നുറക്കം പറ, ഞാൻ കുരുത്തക്കേടിൽ ജീവിക്കുമ്പോൾ, എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, ഞാൻ സ്വയം നന്നാകാൻ പറ്റാതിരിക്കുമ്പോൾ, ഞാൻ അഴുക്കിൽ ജീവിക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ക്ലിയർ? ശരിക്കും പറഞ്ഞ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഭക്തനായിരുന്നപ്പോൾ എന്നല്ല, എന്ന് പറഞ്ഞ ദൈവമായി ബന്ധമില്ലാതിരിക്കുമ്പോൾ. അപ്പൊ ഒരു വലിയ കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ദൈവമായി ബന്ധമില്ല. എല്ലാവരും പറഞ്ഞ്, ദൈവമായി ബന്ധമില്ല, കുരുത്തക്കേടിലാണ് ജീവിക്കുന്നത്. ഉറക്കെ പറ, കുരുത്തക്കേടിലാണ് ജീവിക്കുന്നത്. കുറച്ചും കൂടെ ഉള്ളിലേക്ക് പറയട്ടെ, എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോഴല്ല, നന്നാവണമെന്നും എനിക്ക് ആഗ്രഹമില്ല, നന്നാവണമെന്ന് ആഗ്രഹമില്ല, കുരുത്തക്കേടിലാണ് ജീവിക്കുന്നത്, ഞാൻ ദൈവഭക്തനല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നന്നാവണമെന്ന് ആഗ്രഹമില്ല, കുരുത്തക്കേടിലാണ് ജീവിക്കുന്നത്, പറ, ഞാൻ ദൈവഭക്തനല്ല. ആ സമയത്ത് ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. ഒന്ന് കൈയടിക്കാ, ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങളുടെ ഉള്ളിലെ ധാരണ എന്താ? നിങ്ങളുടെ ഉള്ളിലെ ചിന്ത എന്താ? നിങ്ങൾ ഞായറാഴ്ച ഇവിടെ വന്നത്, ഞാൻ വന്നതുകൊണ്ട് ദൈവം നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്നാണോ? അതോ നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ യേശുവിന് നിങ്ങളെ ഇഷ്ടമാണെന്നാണോ? അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നത്, നിങ്ങൾ കുരുത്തം കെട്ടി ജീവിക്കുമ്പോൾ, ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ, ദൈവം ഇല്ലാതെ ജീവിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കാതെ ജീവിക്കുന്ന സമയത്ത് ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമായിരുന്നെന്ന്. ആ സമയം ദൈവത്തെ ഇഷ്ടമായിരുന്നത് കൊണ്ട് യേശു കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോടി ഹല്ലേലൂയ പറഞ്ഞേട്ടെ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഓ, ഒരിക്കൽ കൂടെ കൈ അടിച്ച് ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഒന്നുറക്കെ പറഞ്ഞേ, ഞാൻ അഴുക്കിൽ ജീവിക്കുമ്പോ, ദൈവത്തെ ഞാൻ അന്വേഷിക്കാതിരുന്നപ്പോ, ഞാൻ ഭക്തനല്ലാതിരുന്നപ്പോ യേശു എനിക്ക് വേണ്ടി മരിച്ചു. എന്തിനാ ഞാൻ ഈ പറയുന്നതെന്നറിയോ? ഇനി അടുത്ത വാക്യം റോമർക്ക് എഴുതിയ ലേഖനം തന്നെ, എൻ്റെ 8ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ, അഭക്തനായിരിക്കുമ്പോൾ, ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ, ദൈവമായി യാതൊരു ബന്ധമില്ലാതിരിക്കുമ്പോൾ, കുരുത്തക്കേട് ജീവിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കാതിരിക്കുന്ന സമയത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ സ്നേഹം എന്നോട് പ്രദർശിപ്പിച്ചു. എല്ലാവരും പറഞ്ഞേ, അവൻ്റെ സ്നേഹം എന്നോട് പ്രദർശിപ്പിച്ചു. ഇനി നിങ്ങളോട് ചോദിക്കാൻ പോവാ, നിങ്ങൾ നന്നായതിനു ശേഷമാണോ യേശു മരിച്ചേ? നിങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണോ യേശു മരിച്ചേ? അതാ കുറച്ച് പള്ളി വരാൻ തുടങ്ങിയതുകൊണ്ടാണോ യേശു മരിച്ചേ? നിങ്ങളെ ദൈവം സ്നേഹിച്ചത് നിങ്ങൾ നന്നാകാൻ തീരുമാനിച്ചതിന് ശേഷമാണോ? ഏതെങ്കിലും ഒന്ന് പറ. എന്താ നിന്റെ പേരെടി? മറന്നുപോയി. ഐശ്വര്യ. നിന്നെ ദൈവം സ്നേഹിച്ചു എന്ന് മുതലാ? നീ നന്നാവാൻ തീരുമാനിച്ചു മുതലേ? This is what our thoughts. നമ്മുടെ ചിന്ത, നമ്മൾ എന്നു മുതലാണോ നന്നാവാൻ തീരുമാനിച്ചത്, അന്നു മുതലാണ് ദൈവത്തിന് എന്നെ ഇഷ്ടമെന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. Can I repeat it? നിങ്ങൾക്ക് ഈ വാക്യം തന്നെ മനസ്സിലായാൽ മതി, ഐ ആം ഹാപ്പിയാണ്. നമ്മൾ എന്നാണോ നന്നാവാൻ ചിന്തിച്ചു തുടങ്ങിയത്, എന്നാണോ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങിയത്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങിയത്, അന്നാണ് ദൈവം നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയെന്നാണ്
നമ്മുടെ എല്ലാവരും വിചാരം. പക്ഷെ വേദവചനം പറയുന്നത് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാതിരിക്കുമ്പോൾ, ദൈവമായി ബന്ധമില്ലാതിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിനെ അടുക്കൽ വരാതിരിക്കുന്ന സമയത്താണ്, ആ സമയത്താണ് ദൈവം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത്. ഒന്ന് ചുണയായി കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. അപ്പൊ ദൈവം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം അല്ല, ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ, ദൈവമായി നിങ്ങൾക്ക് ബന്ധം വന്നതിന് ശേഷം അല്ല, അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ കുരുത്തക്കേടിരിക്കുമ്പോ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞേ, ഞാൻ കുരുത്തം കേട്ടിരിക്കുമ്പോഴും ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. ഒന്ന് പറയാമോ? ഞാൻ കുരുത്തക്കേടിലിരിക്കുമ്പോൾ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുരുത്തം കേട്ടിരിക്കുമ്പോഴും ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു? തോന്നിയിട്ടില്ല. നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകം വായിച്ചില്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ബലഹീനനായിരിക്കുമ്പോ, അഭക്തനായിരിക്കുമ്പോ ദൈവം എന്നെ സ്നേഹിച്ചെന്ന എന്ന് പറഞ്ഞാൽ, ഞാൻ കുരുത്തക്കേട് ജീവിക്കുമ്പോ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ദൈവത്തെ പരിചയമുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും മനുഷ്യനെ പരിചയമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഭാര്യയെ നോക്കിക്കേ, നിങ്ങളുടെ ഭർത്താവിനെ നോക്കിക്കേ, നിങ്ങളുടെ മക്കളെ നോക്കിക്കേ. നിങ്ങൾ നല്ലതല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ സ്നേഹിക്കുവോ? നിങ്ങളുടെ ഭർത്താവിനെ നോക്കിക്കേ, നിങ്ങൾ ആ ഭർത്താവ് നല്ലതല്ലായിരിക്കും, നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുവോ? നമുക്കതിന് കഴിയത്തില്ല. പക്ഷെ ദൈവം പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾ അഴുക്കിലിരുന്നപ്പോഴാണ്, നിങ്ങൾ മോശത്തിൽ ജീവിച്ചപ്പോഴാണ്, നിങ്ങൾ തിന്മയിലായിരുന്നപ്പോഴാണ്, എന്നെ അറിഞ്ഞപ്പോഴല്ല, അറിയുന്നതിനേക്കാൾ മുമ്പാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. 2:4 വായിച്ചിടാം. എന്നെ ആദ്യം സ്നേഹിച്ചല്ലോ. ആ വാക്യം പാട്ട് ഏതായിരുന്നു? ഞാൻ എഴുതിയ പാട്ട് തന്നെയല്ലേ? അങ്ങനാദ്യം സ്നേഹിച്ചല്ലോ, അതിനാൽ ഞാനങ്ങേ സ്നേഹിക്കുന്നേ. അങ്ങനെ തന്നെയല്ലേ? ഒന്ന് പറഞ്ഞേ, ആദ്യം ആരും എന്നെ സ്നേഹിച്ചേ? നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ട് ദൈവം സ്നേഹിച്ചു തുടങ്ങിയതല്ലെന്ന്, ദൈവം എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തുടങ്ങിയത്. അടുത്തിരിക്കുന്ന ആളെ കൈ ഓടിച്ചിട്ട് പറ, ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ ബന്ധനം എന്ന് പറയുന്നത്, നമ്മൾ നന്നായതിനു ശേഷമാണ് ദൈവം എന്നെ സ്നേഹിച്ചു തുടങ്ങിയതെന്നുള്ള ചിന്തയാണ്. നീ നന്നാകണേക്കാൾ മുമ്പാണ് ദൈവത്തിന് നിന്നെ ഇഷ്ടമായിരുന്നത്. നീ നന്നാകുന്നതിനേക്കാൾ മുമ്പ് ദൈവം നിന്നെ സ്നേഹിച്ചു. നന്നാകണേക്കാൾ മുമ്പ് ആർക്കെങ്കിലും എന്നെ സ്നേഹിക്കാമോ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറയില്ല. പക്ഷെ ദൈവം പറയുവാണ്, നീ കുരുത്തക്കേട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. ഞാൻ വലിയ കാര്യം പറയാനാ പോകുന്നത്. എവിടെ ചെന്ന് പ്രസംഗിച്ച് തീരുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ചൊക്കെ പറയാൻ ശ്രമിക്കാം ഞാൻ. എല്ലാവരും സ്വയം ഉയർത്തി പറഞ്ഞേ, ഇത്രയെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു വിട്ടാൽ ഹാപ്പിയാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ തനി തരികടയായിരുന്നപ്പോഴാണ് പറ ദൈവത്തെ അറിയണമെന്ന് അല്പം പോലും ആഗ്രഹമില്ലാതിരുന്നപ്പോഴാണ് ആരെന്നെ സ്നേഹിച്ചത്? ദൈവം എന്നെ സ്നേഹിച്ചത്. ഇത് ഞാൻ പറഞ്ഞ വാക്യമല്ലല്ലോ, നിങ്ങളുടെ ബൈബിളിലെ വാക്യമല്ലേ? നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോ, ക്രിസ്തുവോ നാം ബലഹീനരായിരിക്കുമ്പോ, ഞാൻ അബദ്ധനായിരിക്കുമ്പോൾ ദൈവം എന്നെ എന്ത് ചെയ്തു? അവൻ എന്നെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ തല്ലിപ്പൊളിയായിരുന്നപ്പോ, കുരുത്തം കേട്ട് ജീവിച്ചിരുന്നപ്പോ, ദൈവത്തിന് നിരക്കാത്ത ജീവിതം നടത്തിയിരുന്നപ്പോ, ഒന്ന് പറയാമോ, എന്നെ ദൈവത്തിന് ഇഷ്ടമായിരുന്നു? ഒന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ തലയിൽ മനസ്സിലാക്കാൻ ഭയങ്കര പാടായോണ്ടാണ് പറയുന്നത്. ദൈവത്തിന് ഞാൻ നിരക്കാത്ത ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. ഒന്ന് പറഞ്ഞേ. ദൈവത്തിന് നിരക്കാത്ത ജീവിതം ഞാൻ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോ? ഒന്ന് പറഞ്ഞേ. കണ്ടോ, സഹിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ തലയിലൂടെ കയറാത്തോണ്ടാ കേട്ടോ. ദൈവത്തിന് നിരക്കാത്ത ജീവിതം ഞാൻ നയിച്ചുകൊണ്ടിരുന്നപ്പോ പറ, ദൈവത്തിന് നിരക്കാത്ത ജീവിതം ഞാൻ വലത്തെ കാര്യം ഒന്ന് ഉയർത്തി എന്നിട്ട് പറ, ദൈവത്തിന് നിരക്കാത്ത ജീവിതം ഞാൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപ്പെടുവാനായി തുടങ്ങും.
ഇനി പൗലോസ് അതിന്റെ തൊട്ട് താഴോട്ട് പറയുക, അടുത്ത വാചകം ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവത്തിനെ നിരക്കാത്ത ജീവിതം ഞാൻ നടത്തിക്കൊണ്ടിരുന്നപ്പോ യേശു കാൽവറിയിൽ മരിച്ചെന്ന. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിനെ ഇഷ്ടപ്പെടാത്ത ജീവിതം ഞാൻ നടത്തിക്കൊണ്ടിരുന്നപ്പോ യേശു കാൽവറിയിൽ മരിച്ചു. ഉറക്കെ പറ, ദൈവത്തിനെ നിരക്കാത്ത ജീവിതം ഞാൻ നടത്തിക്കൊണ്ടിരുന്നപ്പോ യേശു. അപ്പൊ എന്റെ അർത്ഥം, ദൈവത്തിന് നിരക്കാത്ത ജീവിതം നടത്തിക്കൊണ്ടിരുന്ന എന്നെ അതിൽ നിന്ന് പരിപൂർണമായി രക്ഷിക്കാനാണ് യേശു കാൽവറിയിൽ മരിച്ചത്. യേശു കാൽവറിയിൽ മരിച്ചത് കൊണ്ടൊരു പ്രത്യേകതയുണ്ട്. എവിടെയാണോ എനിക്ക് ബലഹീനതയുണ്ട്, എവിടെയാണോ എനിക്ക് സ്വയം നന്നാകാൻ പറ്റാത്തത്, എവിടെയാണോ എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റാത്തത്, എവിടെയാണോ ഞാൻ പുറത്തു വരാൻ കഴിയാതിരിക്കുന്നത്, അതിൽ നിന്ന് ഞാൻ പുറത്തു വരണമെന്ന് സ്വർഗം ചിന്തിച്ചപ്പോഴാണ് യേശു കാൽവറിയിൽ മരിച്ചത്. ഓ, വാട്ട് എ വണ്ടർഫുൾ ടൂൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്ക് സ്വയമായി രക്ഷപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ, ഞാൻ ബലഹീനനായിരുന്നപ്പോൾ, ഞാൻ സ്വയം പ്രാപ്തനല്ലാതിരുന്നപ്പോൾ, ഞാൻ ഹെൽപ്ലെസ് ആയിരുന്നപ്പോൾ, ഞാൻ സിക്ക് ആയിരുന്നപ്പോൾ, ഞാൻ വീക്ക് ആയിരുന്നപ്പോൾ യേശു കാൽവറിയിൽ മരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ആ സ്ഥലത്തു നിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചത്. ഇത്രയും മനസ്സിലായി? യേശു ആ കാൽവറിയിൽ മരിക്കുമ്പോ ഞാൻ അഴുക്കിലാണ്, ഞാൻ മോശത്തിലാണ്. ഇനി അടുത്ത വാചകം, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം എത്രയധികമായി അവന്റെ കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ, ഞാൻ അഴുക്കിൽ നിന്ന് അഴുക്കായിരുന്നപ്പോഴേ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. എല്ലാവരും പറഞ്ഞേ, അഴുക്കായിരുന്നപ്പോഴേ. ഒന്ന് പറ, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറ, നീ ഗുരുത്തം കെട്ടി ജീവിച്ചപ്പോഴേ കർത്താവിന് നിന്നെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് പറയാ, ഇപ്പോ നിനക്ക് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. നീ കുരുത്തം കെട്ടി ജീവിച്ചിരുന്നപ്പോഴേ ദൈവത്തിന് ഇഷ്ടമായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. നീ കുരുത്തം കെട്ട് ജീവിച്ചപ്പോഴേ, ദൈവവുമായിട്ട് ബന്ധവും വേണ്ട, ദൈവവുമായിട്ട് ബന്ധത്തിലേക്ക് വേണമെന്ന് ചിന്തയില്ലാത്ത സമയത്തെ ദൈവത്തിന് നീ ഇഷ്ടമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിന്നോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മനസ്സ് എന്തായിരിക്കും? ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ പറ. കുറച്ചും കൂടെ മോശമായി കാണും. കുറച്ചും കൂടെ മോശമായി കാണും. നിന്നെ കണ്ട തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം വന്ന് കാണും. പിന്നെ എന്തുമായിരിക്കും ഐശ്വര്യ? എന്തുമായിരിക്കും ഐശ്വര്യ? പറയടി. നീ കുരുത്തം കെട്ട് ജീവിക്കുമ്പോഴായിരുന്നു ദൈവത്തിന് നിന്നെ ഇഷ്ടം. ഇപ്പോ ഇഷ്ടം ഉണ്ടാവോ? ഇപ്പൊ എങ്ങനെ ഇഷ്ടം ഉണ്ടാവാനാ? ദൈവത്തെ അറിഞ്ഞിട്ടും നമ്മൾ കുറച്ച് കാര്യം കൂടെ നന്നാവാനുണ്ടല്ലോ. ദൈവത്തെ അറിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ലല്ലോ. ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടും ഇനിയും നന്നാവാനുണ്ടല്ലോ. ഉണ്ടോ? ഒരെണ്ണം മിണ്ടണില്ല. ഉണ്ടോ? ഞാൻ അവിടെയല്ല ഇവിടെയല്ല. അതിന്റെ അർത്ഥം, തനി തറയായിരുന്നപ്പോ ഇഷ്ടമായിരുന്നു, കുറച്ച് നന്നായപ്പോ ദൈവത്തിന് നിന്നെ ഇഷ്ടമല്ല. അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ വരുന്നേ? ഏതെങ്കിലും ഒന്ന് പറ. തനി തറയായിരുന്നപ്പോ ദൈവത്തിന് നിങ്ങളെ വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് യേശു കാൽവറിയിൽ എന്ത് ചെയ്തത്? മരിച്ചതാ. പക്ഷെ ഇപ്പൊ കുറച്ച് നന്നാവാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോ ദൈവത്തിന് ഇഷ്ടമല്ല. ഇഷ്ടമാണ്. ഈ വേദപുസ്തകത്തിന്റെ ഭാഷ ഞാൻ പറയാം. അവന്റെ മഹാസ്നേഹമാണ് സകല അധർമ്മത്തിൽ നിന്ന്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 3, 2, 3, 4 വാക്യങ്ങൾ. നിന്നെ സകലത്തിൽ നിന്ന് രക്ഷിച്ചതാ. ആ സ്നേഹം കൂടാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നിന്നെ രക്ഷപ്പെടുത്തുന്നത് ആ സ്നേഹമാണ്. നീ സ്വയം രക്ഷപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ യേശുവിന്റെ ആവശ്യമില്ല. എന്നോടൊപ്പം പറയാവോ? ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ തലയിൽ കയറിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. തനി കുരുത്തം കെട്ട് ജീവിച്ചപ്പോഴേ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. പറഞ്ഞേ, തനി കുരുത്തം കെട്ട് ജീവിച്ചപ്പോഴേ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. ഒന്നും കൂടെ പറ. ആ തനി അഴുക്കിൽ കിടന്നപ്പോ, ദൈവത്തെ അറിയാതിരുന്ന സമയത്ത് പോലും എന്നെ ഇഷ്ടമായിരുന്നു. പറയുന്നുണ്ടോ? ഇപ്പോ എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്.
പക്ഷെ ചിലത് എനിക്ക് മാറാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്ക് യേശുവിനോട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്, ഇനി അവനോടൊപ്പം നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരാളെ എൻ്റെ കർത്താവ് കളയുമെന്നാണോ പറയുന്നേ, അതോ ഉപേക്ഷിക്കുന്നാണോ പറയുന്നേ? ആരോ ഒരാള്, ഞാൻ ഈ പ്രസംഗിക്കുന്നതിനിടയിൽ, ഞാൻ ദുബായിൽ ഇതാ പ്രസംഗിച്ചേ, ആ പ്രസംഗിക്കുന്നതിനിടെ ഒരാൾ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ ഇല്ല പാസ്റ്റർ ജയിലിൽ കിടക്കുവാണ് കേട്ടോ ബ്രദറെ, പെൺവാണിഭത്യത്തിന് കിടക്കുമല്ലേ, ആ ഇന്നയാള് അയാളെയും ജയിലിൽ പിടിച്ചിട്ടിരിക്കുമല്ലേ, അയാളെന്താ ദൈവം രക്ഷിക്കാഞ്ഞേ? വെയിറ്റ്, അയാൾ ജയിലിലായിരിക്കാം ചെയ്ത കുറ്റത്തിന്, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് അയാൾ അവിടെ നശിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല, അയാളെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്ന കർത്താവ് പറഞ്ഞു. അയാൾ സ്വർഗത്തിൽ പോവോ? ഞാൻ വിശ്വസിക്കുന്നത് അയാൾ ജയിലിലാണെങ്കിലും അയാൾ അങ്ങനൊരു തെറ്റിന്റെ ഉടമസ്ഥതയുടെ ഫലം അയാൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും യേശു അയാളെ നരകത്തിൽ വിടാതെ രക്ഷിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അയാളെ തെരഞ്ഞെടുത്തത് എന്റെ ദൈവവാകം കൊണ്ട്. അയാളെ ശ്രദ്ധിക്കൂ, ജോൺ ദാരു എന്ന് പറയുന്ന വ്യക്തിയാണ് ദൈവം സ്നേഹിച്ചത്. ജോൺ ദാരുവിലൂടെ ദൈവം എടുത്ത ഒരു മിനിസ്ട്രി അല്ല ദൈവം സ്നേഹിച്ചത്, ഞാനാ ദൈവത്തിന് പ്രിയപ്പെട്ടത്. നിങ്ങളാ ദൈവത്തിന് പ്രിയപ്പെട്ടത്. നിങ്ങളിൽ ഒന്നുപോലും നശിക്കാതിരിക്കാനാ യേശു കാൽവറിയിൽ മരിച്ചത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ ഒന്നുപോലും നശിക്കത്തില്ല, ഒരെണ്ണം പോലും നശിച്ചു പോകത്തില്ല. ഓ, ഒന്ന് കൈയടിച്ച്, അവനിൽ വിശ്വസിക്കുന്നതിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. സ്നേഹിച്ച സ്നേഹം നീ നശിക്കത്തില്ല. ബ്രദറെ, ഞാൻ നിങ്ങൾ തെറ്റിപ്പോവോ? തെറ്റിപ്പോകത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് തെറ്റിപ്പോകത്തില്ലെന്നാ. ഒരാൾ തെറ്റിപ്പോയാലും അയാളിൽ നശിക്കാതെ ആ തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ യേശുവിന് കഴിയും. നശിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? അയാൾ നിത്യ നരകത്തിൽ പോകാതെ. അയാൾ ഇവിടെ ശാരീരികമായിട്ട് നശിക്കുകയില്ലയോ എന്നല്ല, നിത്യ നരകത്തിൽ പോകാതെ രക്ഷിക്കാൻ എൻ്റെ യേശുവിന് കഴിയും. ഇപ്പൊ ജയിലിൽ കിടക്കുന്നവനായാലും നാളെ ജയിലിൽ പോകുന്നവനായാലും അവനാരും നരകത്തിന് അവകാശിയാകാതെ സ്വർഗത്തിലേക്ക് അവകാശിയാക്കാൻ മാറ്റിയെടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മദ്രാസിലെ മോൻ ജയിലിൽ കിടന്നവനാ, ഇന്ന് ഈ ലോകം അറിയപ്പെടുന്ന സുവിശേഷകനാ. മദ്രാസിലെ മോൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന അന്നത്തെ കൊലപാതകത്തിന്റെ ലിസ്റ്റിലുള്ള അയാളായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ ജയിൽ പുള്ളികൾ ഇന്ന് കർത്താവിനെ സേവിക്കുന്നുണ്ട്. ഭജീന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ ഒരു ദൈവഭൃത്യൻ, അദ്ദേഹം സുവിശേഷവേല തുടങ്ങുന്നത് ജയിലിൽ നിന്നാ. ജയിലിലായിരുന്നു അദ്ദേഹം. ഒരു കൊലപാതക കേസിൽ ജയിലിലായപ്പോഴാണ് യേശുവിനെ അറിഞ്ഞ വിളി. ആരെങ്കിലും എൻ്റെ ഒപ്പം എത്തിയോ? അപ്പോ ഇനി ആ വാചകത്തിന്റെ ഒപ്പം ഒന്ന് വായിച്ചേ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ എന്ന് പറഞ്ഞാൽ, കഴുക്കിൽ ജീവിച്ചിരുന്നപ്പോൾ പോലും ദൈവത്തിന് എന്നെ സ്നേഹമായിരുന്നുവെങ്കിൽ അവനാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എത്രയധികം അവൻ എന്നെ ഇഷ്ടമാണ്. എപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായും അനുഗ്രഹത്തിലും അനുഗ്രഹത്തിലും അനുഭവങ്ങളിലും നടക്കുന്നതെന്നറിയാവോ? എനിക്ക് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളിൽ ദൈവം എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാകാൻ തുടങ്ങണം. ആ സ്നേഹം മനസ്സിലാകാൻ തുടങ്ങിയാൽ ആ സ്നേഹത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നിന്നെ ഏതിലാണോ നീ കിടക്കുന്നത് അതിൽ നിന്ന് രക്ഷിക്കാൻ അതിന് കഴിയും. ഏതിലാണോ നീ കിടക്കുന്നത് അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ദൈവത്തെ അറിയാതിരുന്നത് നിന്നെ രക്ഷിച്ചുവെങ്കിൽ ഇപ്പൊ അറിഞ്ഞ നിനക്ക് ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയും. ആ സ്നേഹത്തിന് മാത്രം കഴിയും. അടുത്തിരിക്കുന്ന ആളോട് പറ, നീ രക്ഷപ്പെടത്തില്ല എന്ന് പറയരുത്. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് ഒരാളും നശിച്ചു പോകത്തില്ല. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ കൈ കൊടുത്തിട്ട് പറ, ഒരാളും നശിച്ചു പോകത്തില്ല. വേറൊരാളോട് പറ, നീ നശിച്ചു പോകത്തില്ല. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനം ഇങ്ങനെ പറഞ്ഞത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചല്ലോ. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോഴേ ഒരു കഥ പറഞ്ഞ് ഇന്നത്തെ മെസ്സേജ് വെള്ളത്തിൽ പോകും, പക്ഷെ കഥ പറഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് എനിക്ക് അന്നും വൈദ്യുതി കച്ചവടമുണ്ട്. വൈദ്യുതി കച്ചവടം ഉണ്ടെന്ന് മാത്രമല്ല, കല്ല് കുഴിക്കുന്ന പരിപാടിയുണ്ട്. അന്ന് കല്ല് കുഴിക്കുന്ന നിയമാനുസൃതമല്ല.
ആ സമയത്ത് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. നിയമാനുസൃതമല്ലാതെ ഒരു സ്ഥലത്ത് കല്ല് കുഴിക്കാൻ ഞാൻ പോയി. തെറ്റാണ്. അന്ന് നിയമാനുസൃതമല്ല കല്ല് കുഴിക്കുക എന്ന് പറയുന്നത്. നിയമം അനുവദിച്ചിട്ടില്ല. നല്ല നിയമാനുസൃതമല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ കല്ല് കുഴിക്കാൻ പോയി. കള്ളത്തരാ ചെയ്യുന്നേ. കല്ല് കുഴിക്കാൻ പാടില്ല നിയമം അനുസരിച്ച്, പക്ഷെ കല്ല് കുഴിക്കുകയാണ്. കല്ല് കുഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അത് കുറച്ച് കാശ് കിട്ടുന്ന കാലമായിരുന്നേ, ഒരു 10 കോടി രൂപ എന്തായാലും കല്ല് കുഴിച്ചാൽ കിട്ടും. അതുകൊണ്ട് ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് 1 കോടി മതി. 40 കൊല്ലം മുമ്പുള്ള കാര്യമാണ്, 30 കൊല്ലം മുമ്പുള്ള കാര്യമാണ്, അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പുള്ള കാര്യമോ. എനിക്ക് 1 കോടി ആയാലും മതി. ഞാൻ ചെറിയ എമൗണ്ടേ പറയുന്നുള്ളൂ. ബാക്കി 90 കോടിയും അല്ലെ 9 കോടിയും ഞാൻ ബ്രദർ ദിനകരന്റെ പബ്ലിക് മീറ്റിങ്ങുകൾ നടത്താൻ വേണ്ടി കൊടുത്തേക്കാം. പക്ഷേ ഈ കള്ളത്തരത്തിന് നീ കൂട്ടു നിൽക്കണം. എനിക്ക് ഈ കല്ല് കുഴിക്കുമ്പോൾ എന്നെ സഹായിക്കണം. പോലീസുകാർ പിടിക്കരുത്, ഫോറസ്റ്റുകാർ വരരുത്. ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ദൈവത്തെ അറിഞ്ഞ് ഞാൻ കള്ളത്തരത്തിന് ദൈവം കൂട്ടു നിൽക്കാനാ പ്രാർത്ഥിക്കുന്നേ. ഞാൻ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ കള്ളത്തരം ചെയ്യണൊക്കെ മുമ്പ് പ്രാർത്ഥിച്ചു. നിങ്ങളാണെങ്കിൽ പലരും കള്ളത്തരം ചെയ്തതിനു ശേഷം കർത്താവെ കള്ളത്തരം ഇനി പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ കള്ളത്തരം ചെയ്യണൊക്കെ മുമ്പ് തരികടയാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് കർത്താവെ കള്ളത്തരത്തിന് അങ്ങോട്ട് ദൈവത്തിൻ്റെ ഒരു ഓഫർ പറഞ്ഞു. ഞാൻ കള്ളത്തര ചെയ്യുന്ന കുറച്ച് പൈസ ഞാൻ എടുക്കത്തുള്ളൂ, മൊത്തം കള്ളത്തരത്തിന് കിട്ടിയ പൈസ മുഴുവൻ നിനക്ക് തന്നേക്കാം. കള്ളത്തരവ ചെയ്യുന്നെങ്കിലും കിട്ടുന്ന പൈസ നിനക്കുള്ളതാ, കുറച്ച് ഞാൻ എടുക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആ കമ്മീഷൻ മേടിച്ചിട്ട് കള്ളത്തരത്തിന് കൂട്ടി നിൽക്കണം. അതിന്റെ കാരണം അത്രയേ ദൈവത്തിലുള്ള വിശ്വാസമുള്ളായിരുന്നു. കല്ല് പിടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ പ്രശ്നമായി. ഫോറസ്റ്റുകാർ അറിഞ്ഞു. ഫോറസ്റ്റുകാർ അറിഞ്ഞത് കല്ല് കുഴിക്കുന്ന സ്ഥലത്ത് എന്നെ ഒരാള് ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ അവിടുന്ന് 16 കിലോമീറ്റർ സൈക്കിൾ വെട്ടി വേറെ സ്ഥലത്ത് വന്നു. എന്നെ മാത്രം പോലീസ് പിടിച്ചില്ല. കല്ല് പിടിച്ചവന്മാരെ എല്ലാം പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. ഞാൻ മാത്രം ജയിലിൽ പോയില്ല. നടന്ന കാര്യമാ. അന്ന് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനാ കർത്താവെ കല്ല് കുഴിക്കാൻ സഹായിക്കണേന്നാണ്. എന്നെ മാത്രം പോലീസ് പിടിച്ചില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇത് 30 കൊല്ലം മുമ്പുള്ള കഥ കേട്ടോ. ഞാൻ വീട്ടിൽ വന്നു. 2 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കളഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വെളിപ്പാട് കാണാൻ 2 പെട്ടികൾ തുറക്കുന്നതിന് മുമ്പിൽ. ഒരു പെട്ടിക്കകത്ത് സ്വർണവും സമ്പത്തും ഇരിക്കുന്നു, ഒരു പെട്ടിക്കകത്ത് ബൈബിൾ ഇരിക്കുന്നു. എന്നോട് ചോദിച്ചു, ആരോ ഒരാളെന്നോട് ചോദിക്കുക, ജോണേ നിനക്ക് ഏതാ വേണ്ടേ? നമ്മളാരാ വിടുന്ന മോൻ? ഞാൻ പറഞ്ഞു 2ഉം കൂടെ പോന്നോട്ടെ കർത്താവ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എൻ്റെ അകത്ത് എനിക്ക് അതിനകത്ത് കംഫർട്ടില്ല. എനിക്ക് കാശുണ്ടാവണമെന്നുള്ള ചിന്തയേ ഉള്ളൂ, എനിക്ക് പൈസ മതി എന്ന ചിന്തയേ ഉള്ളൂ. പക്ഷെ എനിക്ക് അകത്ത് കംഫർട്ടില്ല. ബൈബിളിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നുണ്ട്, പക്ഷേ എനിക്ക് പൈസയെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് സുഖം വരുന്നുള്ളൂ. എൻ്റെ അകത്ത് ബൈബിളാണ് സന്തോഷം, പക്ഷെ എൻ്റെ പുറത്ത് സമ്പത്താണ് സന്തോഷം. എൻ്റെ കൂടെ കൊണ്ട് ഒരു ഹല്ലേലൂയ പറയാമോ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ വരുന്നേക്കാൾ മുമ്പ് അല്ല, യേശുവിനെ അറിഞ്ഞതിന് ശേഷം കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ റെക്കമെൻഡ് ചെയ്ത ആളാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഞാൻ അന്ന് ദൈവം എന്നെ ഇട്ടിട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇല്ല. അന്ന് കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ ദൈവത്തോട് അപേക്ഷിച്ച് എന്നെ ഇന്ന് അനേക ആളുകളെ ഉപദേശിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ രൂപപ്പെടുത്തി മാറ്റപ്പെടുത്തി. നിങ്ങളെന്താ കൈയടിക്കാത്ത? അതിൻ്റെ രഹസ്യം ഞാൻ മോശത്തിൽ കഴിയുമ്പോൾ ആ കഴിയുന്ന എന്ന് പറഞ്ഞ സമ്പത്തും മോഷണം കൂടാതെ, കളിപ്പീര് കൂടാതെ, മറ്റു ഗവൺമെന്റിനെ പറ്റിക്കാതെ, ടാക്സ് കൊടുക്കാതെ, കളിപ്പിക്കാതെ ജീവിക്കാൻ പറ്റും. ദൈവത്തിന് സമ്പത്ത് തരാൻ പറ്റുമെന്നുള്ള ആ ചിന്ത തലയിലില്ല. അങ്ങനെ പറ്റൂ എന്നുള്ള ചിന്തയേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ തെറ്റിന്റെ കാരണമായേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? എന്നാൽ എന്നെ സ്നേഹിച്ച സ്നേഹം ഒരു ചെറിയ തെറ്റിനകത്ത് ഉപേക്ഷിക്കാവുന്നതായിരുന്നില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്തിട്ട് പറഞ്ഞ്, എന്നെ ദൈവം സ്നേഹിച്ചത് ഞാൻ ചെയ്തു പോയ തെറ്റ് നിമിത്തം എന്നെ ഉപേക്ഷിക്കുന്നതായിരുന്നില്ല, പകരം എന്നെ രക്ഷിക്കാൻ തക്കവണ്ണം സ്നേഹിച്ചതായിരുന്നു ആ സ്നേഹം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞ്, ഒരു ചെറിയ തെറ്റ് നിമിത്തം അല്ലെങ്കിൽ എൻ്റെ പണത്തോടുള്ള ആഗ്രഹം നിമിത്തം
ഒരു കാര്യം ഞാൻ പറഞ്ഞു, അത് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. എന്നാൽ വേറൊരാൾക്ക് പറയാനുള്ളത്, എനിക്ക് സെക്സിനോടുള്ള ആഗ്രഹ നിമിത്തം, എനിക്ക് മറ്റൊരാളോടുള്ള ദേഷ്യ നിമിത്തം ദൈവത്തോടുള്ള ബന്ധം എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ദൈവം നിന്നെ അവിടെ കളയത്തില്ല. അവിടെ നിന്ന് രക്ഷിക്കാൻ തക്കവണ്ണമാ ദൈവം നിന്നെ സ്നേഹിച്ചത്. അവൻ നിന്നെ പരിപൂർണമായും രക്ഷിക്കും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ, ശബ്ദകീർത്തന ഹല്ലേലൂയ പറഞ്ഞേട്ടെ. അതുകൊണ്ടാണ് തീത്തോസ് പറഞ്ഞത്, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ 2-11 വാക്യത്തിലും 3-4 വാക്യത്തിലും പറയുക, അവൻ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, നീ ചെയ്തതുകൊണ്ടോ നിന്റെ അപ്പനും അമ്മയോ നന്ദി ചെയ്തുകൊണ്ടല്ല, പകരം തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അടുത്തിരിക്കുന്നവരോട് പറ, നീ ചെയ്ത ഏതോ നല്ല ഗുണം കൊണ്ടല്ല, നീ അഴുക്കി കിടന്നപ്പോഴാണ് രക്ഷിച്ചത്. അവന്റെ കരുണയാണ് എൻ്റെ കാരണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, അവന്റെ കരുണയാണ് എൻ്റെ കാരണം. ശബ്ദം ഉയർത്തിരുന്ന ഹല്ലേലൂയ പറ. കാരണം ദൈവത്തിനെ ഈ ലോകത്തിൽ എന്നോട് അവന്റെ കരുണ കാണിക്കാൻ മനസ്സു തോന്നിയ ദിവസമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ദിവസം. ഞാൻ കുറച്ചും കൂടെ വ്യത്യാസമായി പറയാൻ പോവാ, ഞാൻ അവന്റെ കരുണയുടെ പാത്രമാണ്. ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇങ്ങനെയാണ്, ഞാൻ ഒരാളോട് കരുണ കാണിക്കുക എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കേണ്ടതിനാണ് എന്നെ ദൈവം തെരഞ്ഞെടുത്തത്. നിങ്ങൾ അതിന് കൈയടിച്ചില്ല, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ നീ പറയുന്നത്, എൻ്റെ സ്വഭാവം എനിക്കറിയാം, ഞാൻ 6 മാസമേ നന്നാവത്തുള്ളൂ. എന്നാൽ ദൈവം പറയുക, നീ 6 മാസമേ നന്നായി ജീവിക്കത്തുള്ളെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പിന് തെറ്റു വന്നിട്ടില്ല, നീ അങ്ങനെയാണ് എന്ന് അറിഞ്ഞിട്ടാ തെരഞ്ഞെടുത്തത്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കാര്യം അറിയായിരുന്നു, നീ അങ്ങനെയാണ് എന്നത് എനിക്കറിയാം, പക്ഷേ നിന്നെ എങ്ങനെ ആക്കാമെന്നത് അവനൊരു ഉറപ്പുണ്ടായിരുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നീ എങ്ങനെയാണ് എന്നതല്ല ദൈവത്തിന്റെ ചിന്ത, നിന്നെ എങ്ങനെ ആക്കാമെന്ന് ദൈവത്തിന് അറിയാം. നീ ഇന്ന് പോകുന്ന ഓരോ ക്രൈസിസിന്റെ നടുവില്, നീ ഇന്ന് പോകുന്ന ഓരോ പ്രശ്നത്തിന്റെ നടുവില്, നീ ആയിരിക്കുന്ന ധൈര്യത്തിന്റെ നടുവിൽ നിന്നെ എങ്ങനെ ആക്കാമെന്ന് ദൈവത്തിന് അറിയാം. അവന്റെ പേര് സർവശക്തൻ എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞ്, പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാം 16-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനുമാലല്ല, ഓടുന്നവനും ആരുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നത്. അടുത്ത വാചകം പറയുക, ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ഇതിനായിട്ടാണ് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. അടുത്ത വാചകം, നിന്നിൽ എൻ്റെ ശക്തി ഒന്ന് കാണിക്കണം. നീ എത്ര ബലഹീനനാണെന്ന് നീ പറയുമ്പോൾ ദൈവം പറയുന്നത്, എൻ്റെ ശക്തി എത്ര ഉണ്ടെന്ന് നാട്ടുകാരെ നിന്നിലെ കൊണ്ടുവന്ന് കാണിക്കും. നീ എവിടെയാണോ അഴുക്ക് ജീവിച്ചത് അവിടെ ഞാൻ കാണിക്കും. എവിടെയാണോ നീ നശിച്ചത് അവിടെ ഞാൻ ഉയർത്തിപ്പിടിക്കും. എവിടെയാണോ നീ ഇല്ലായത് അവിടെ ഞാൻ ഉയർത്തിപ്പിടിക്കും. നിങ്ങളെന്താ അനങ്ങാത്തത്? ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. എവിടെയാണോ നീ അഴുക്കിലായിരുന്നു എന്ന് പറയുന്നത്, അഴുക്ക് നിന്നെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞത്, അവിടെ തന്നെ എൻ്റെ ശക്തിയെ ദൈവം കാണിക്കും. എന്നാൽ നമ്മുടെ എല്ലാം തലയില് യേശുവിലേക്ക് വന്നുവെങ്കിലും നമ്മുടെ തലയിലുള്ളത് നമ്മുടെ അഴുക്കിന്റെ ബലവാ. ഞാൻ ഇത്രയും അഴുക്ക് അതിൻ്റെ ബലമാണ് നമ്മുടെ തലയിലുള്ളത്. എന്നാൽ എൻ്റെ അഴുക്കിൻ്റെ ബലം അറിഞ്ഞിട്ടാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്ന് നീ അറിയുന്നില്ല. നിന്റെ അഴുക്കിൻ്റെ ബലം നീ അറിയുന്നുവെങ്കിൽ ദൈവം പറയുക, ആ അഴുക്കിൽ നിന്ന് എൻ്റെ ശക്തിയാൽ എൻ്റെ ശക്തിയുടെ പ്രദർശനമായി നിന്നെ മാറ്റാൻ കഴിയുമെന്ന് നീ അറിയണം. നമ്മൾ പലപ്പോഴും എന്താ അറിയുന്നേ? അവൻ്റെ അഴുക്ക്, നമ്മുടെ അഴുക്കിൻ്റെ ബലം നമുക്കറിയാം. പക്ഷെ എന്നെ വിളിച്ചത് അതിനേക്കാൾ ബലമുള്ള ഒരാളാണ്. എന്നെ വിളിച്ചത് എൻ്റെ കഴിവിനേക്കാൾ, എൻ്റെ ബലഹീനതയേക്കാൾ ബലമുള്ള ഒരാളാണ്. അവൻ്റെ ശക്തി എന്നിൽ പ്രകടമാക്കേണ്ടതിന് അവൻ എന്നെ വിളിച്ചതാ. ഒന്ന് കൈ അടിച്ചുകൊണ്ട് പറ, അവൻ്റെ ശക്തി എന്നിൽ പ്രകടമാക്കേണ്ടതിനാണ് അവൻ എന്നെ വിളിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ പറ, അവന്റെ ശക്തി എന്നിൽ പ്രകടമാകേണ്ടതിനാണ് അവൻ എന്നെ വിളിച്ചിട്ടുള്ളത്. എൻ്റെ ബലഹീനതയെക്കാളും അവന്റെ ശക്തി വലുതാണ്.
ഉറക്കെ പറ, അതുകൊണ്ടാണ് ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരുമെന്ന് എഴുതിയിട്ടുള്ളത്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ ബലഹീനതയിൽ ഞാൻ തോറ്റുപോകുന്നല്ല സ്വർഗം പറഞ്ഞത്. നിന്റെ ബലഹീനത ആരും കാണത്തില്ല, നിന്റെ ബലഹീനതയിൽ ആരും നശിക്കത്തില്ല, നിന്റെ ബലഹീനതയിൽ ഒന്നും നിനക്ക് സംഭവിക്കത്തില്ല, നിന്റെ ബലഹീനതയിൽ നീ ഇല്ലാതാകത്തില്ല, നിന്റെ ബലഹീനതയിൽ നീ നശിക്കത്തില്ല, നിന്റെ ബലഹീനതയിൽ നിന്ന് ആഴുതുന്ന ഇല്ലാതാകത്തില്ല. നിന്റെ ബലഹീനതയിൽ നിന്ന് അവൻ നിന്നെ എന്നേക്കുമായി രക്ഷിക്കും. അവന്റെ ശക്തി നിന്നിൽ പ്രകടമാകും. സകല ബലഹീനപ്പെടുത്തുന്ന ദുരാത്മാക്കളും ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ആ ശക്തികൾ പൊട്ടിപ്പോകട്ടെ. കൈകളടിക്കുന്നവർ കൈയടിക്കാൻ, ആമീൻ പറയുന്നവർക്ക് ആമീൻ പറയാം. നിന്റെ ബലഹീനതയിൽ നീ നശിക്കത്തില്ല, നിന്റെ ബലഹീനതയിൽ നീ ഇല്ലാതാകത്തില്ല. നിന്റെ ബലഹീനതയേക്കാൾ വലുതാണ് നിന്റെ തെരഞ്ഞെടുപ്പ്. നിന്റെ ബലഹീനതയല്ല വലുത്, അവന്റെ തെരഞ്ഞെടുപ്പാണ് വലുത്. അവൻ നിന്നെ തെരഞ്ഞെടുത്തതാ. നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കാന്ന് വിചാരിച്ചിട്ടല്ല, അവന് നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് അറിയാവുന്നോണ്ടാ അവൻ നിന്നെ തെരഞ്ഞെടുത്തതാ. നീ ഒരു പക്ഷേ നന്നാവത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ബലഹീനത കൊണ്ടല്ല. അവന് നിന്റെ ഒരു കാര്യം അറിയാം, എന്നേക്കുമായി നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, എന്നേക്കുമായി അവന്റെ പദ്ധതിയിലെത്തിക്കുവാൻ, എന്നേക്കുമായി ആ രക്ഷയിലെത്തിക്കുവാൻ അവന് നിന്നെ കഴിയും എന്ന് സ്വർഗം മനസ്സിലാക്കിയതാണ് ഈ പകൽ ഈ ഹോളിൽ നീ ഇരിക്കാനുള്ള കാരണം. നിന്റെ ബലഹീനതയല്ല നീ ഉയർത്തി കാണിക്കേണ്ടത്, അവന്റെ ശക്തിയാണ്. നീ ബലഹീനനാണെന്ന് തോന്നുന്നു, നീ പറയണം അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. നീ ബലഹീനനാന്ന് തോന്നുന്നു, നീ പറയണം അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. ജപ്തിയാന്ന് തോന്നുന്നു, നീ പറയണം അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. നാണം കെടും തോന്നുന്നു, പറ അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. ഞാൻ വീഴുമെന്ന് തോന്നുവോ, അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. പറ. എന്താ മിണ്ടാത്തെ? തെറ്റിപ്പോന്നു തോന്നോ, പറ അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. അവൻ എന്നെ തെരഞ്ഞ. വാ തുറക്ക. രോഗിയായി മരിക്കുമെന്ന് തോന്നുന്നു, പറ അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. ശബ്ദം ഉയർത്തി പറ. കുറച്ചും കൂടെ ഉറക്കെ പറ. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ പ്രശ്നത്തിന് നടുവിൽ അവനെ നിന്നെ തെരഞ്ഞെടുത്തതെന്ന് എനിക്കറിയാം. നീ അതിന് നടുവിൽ പറയേണ്ടത് അവൻ എന്നെ തെരഞ്ഞെടുത്തതാ, അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. പറ പറ, ആവർത്തിക്കേ. ശബ്ദം ഉയർത്ത. അവൻ എന്നെ തെരഞ്ഞെടുത്തതാ. എവിടെങ്കിലും വീണ് നശിക്കാനുള്ളതല്ല ഞാൻ, പകരം ഞാൻ കർത്താവിനായി ശോഭിക്കാനുള്ളതാ, ഞാൻ കർത്താവിനായി ഉയർക്കാനുള്ളതാ, ഞാൻ കർത്താവിനായി മഹത്വപ്പെടാനുള്ളതാ, ഞാൻ കർത്താവിനായി ഉയർക്കാനുള്ളതാ. കർത്താവ്, ഇതിന്റെ പേരാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറ ഹല്ലേലൂയ. എത്ര വലുതാണ് നിന്റെ ബലഹീനതയെങ്കിൽ അത്രയും വലുത്, അതിനും 1000-ഓ 10,000-ഓ കോടിയോ വലുതാണ് അവന്റെ ശക്തി എന്ന് പറയുന്നത്. നിന്റെ ബലഹീനതയല്ല വലുത്, അവന്റെ ശക്തിയാണ് വലുത്. അവന്റെ ബലഹീനതയല്ല വലുത്, അവന്റെ ശക്തിയാണ് വലുത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? അവിടെ എഴുതിയിരിക്കുന്ന അവിടെ, this is the very purpose I chosen you. ഇത് ഒരു കാരണം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ കാരണം കൊണ്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്ത്. നീ കുഴിയിലാണോ കിടക്കുന്നത്, നാശത്തിലാണോ കിടക്കുന്നത്, ഏതെങ്കിലും തകർച്ചയിലാണോ കിടക്കുന്നത്, ആ ഒരു കാരണത്തിലാണ് നിന്നെ തിരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിനകത്ത് ദൈവം പറയുക, അതിന്റെ നടുവിൽ എൻ്റെ ഗ്ലോറി വരുന്നതാ, എൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതിന് നടുവിൽ വീട് നീ താഴ്ന്നതല്ല. എന്നെ തെരഞ്ഞെടുത്തത് തന്നെ എവിടെ തല കുനിയും എന്ന് പറഞ്ഞത് അവിടെ തല ഉയർത്തി പിടിച്ചേണ്ടതിനാ അവൻ എന്നെ തെരഞ്ഞെടുത്തത്. അതിനാ തെരഞ്ഞെടുത്തത്. വെരി പർപ്പസ്. തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശമേ പറ. തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശമേ കര ഉയർത്തി എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ബാക്കി നിങ്ങൾ സാധിക്കുമ്പോൾ കേൾക്കുക. നിങ്ങൾ പത്രോസിനെ കണ്ടിട്ടുണ്ടോ? പത്രോസാണ് യേശുവിനെ തള്ളി പറഞ്ഞയാള് അല്ലേ? പക്ഷെ നിങ്ങൾ അറിയോ, അപ്പോസ്തലപ്രവൃത്തി തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? പത്രോസിന്റെ ആ തള്ളി പറഞ്ഞവന്റെ പ്രസംഗം ആരംഭിച്ചോണ്ട് എന്ന് പറഞ്ഞാൽ, നീ എവിടാണോ, ആരെയാണോ, എവിടെ വെച്ചാണോ തള്ളി പറഞ്ഞത്, എന്താണോ നിന്നെ മോശപ്പെടുത്തിയത്, അതേ നാവ് കൊണ്ട് അവനെ ഉയർത്തിച്ചിട്ട് പൗലോസേ, നീ എത്ര ആളുകളെ കൊന്നു സുവിശേഷത്തിന് വിരുദ്ധമായി? അത്ര ആളുകളെ, അതിനെ 1000-കണക്കിന് അല്ല ഇനി വരുന്ന ജനറേഷനെ മുഴുവൻ നീ രക്ഷിച്ചിട്ട് നിന്നെ വിടത്തുള്ളൂ. നിന്നെ ദൈവം തെരഞ്ഞെടുത്തത്. ആഹാ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? പത്രോസേ,
നിന്നെ തെരഞ്ഞെടുത്തത് അബദ്ധം പറ്റിയാണോ? അവസാനം നീ കണ്ടോ? തള്ളി പറഞ്ഞത് കണ്ടോ? പത്രോസേ, നിന്നെ തെരഞ്ഞെടുത്തതിൽ അബദ്ധം പറ്റിയോ ദൈവത്തിന്? നമ്മള് സുവിശേഷങ്ങൾ മാത്രം വായിച്ചാൽ നമുക്ക് തോന്നും യേശു പത്രോസിനെ തെരഞ്ഞെടുത്തത് അബദ്ധം പറ്റിയെന്ന്. സുവിശേഷങ്ങൾ മാത്രം വായിക്കുന്നവന് അത്രേ തോന്നത്തുള്ളൂ, ഇല്ലേ? അപ്പോസ്തലപ്രവൃത്തി തുടങ്ങുമ്പോൾ മനസ്സിലാവും യേശുവിന് അബദ്ധം പറ്റിയിട്ടില്ല, ആ തെരഞ്ഞെടുത്ത് ഒന്നും നശിച്ചു പോയിട്ടില്ല. ഒരു നാശയോഗ്യൻ മാത്രം, അത് എഴുതപ്പെട്ടത് കൊണ്ട് നശിച്ചു പോയതാ, അല്ലാതെ പിന്നീട് ആരും നശിച്ചില്ല. ദൈവം തെരഞ്ഞെടുത്ത ആരും നശിച്ചില്ല, യേശു തെരഞ്ഞെടുത്ത ആരും നശിച്ചില്ല. നീ അതുകൊണ്ട് നശിക്കത്തില്ല. യേശു തെരഞ്ഞെടുത്ത ആരും നശിച്ചില്ല, അതുകൊണ്ട് നീ നശിക്കത്തില്ല. യേശു തെരഞ്ഞെടുത്ത ആരും ഇല്ലാതായില്ല, അതുകൊണ്ട് നീ ഇല്ലാതാകത്തില്ല. കൈകളടിക്കേ, ആമേൻ പറ. ഓ, എഴുന്നേറ്റ് ഒന്ന് കൈ അടിച്ച് ആരാധിക്കേ. എന്നോടൊപ്പം പറ, എന്നോടൊപ്പം പറ ഹല്ലേലൂയ. ശബ്ദം എടുത്തിട്ട് പറ, എന്നെ ദൈവം തെരഞ്ഞെടുത്തതേ അവന്റെ മഹത്വത്തിന് വേണ്ടിയാ, അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. സുവിശേഷങ്ങൾ വായിച്ചാൽ പത്രോസ് ഇല്ലാതായി, തള്ളി പറഞ്ഞു. ദൈവത്തിന് തെരഞ്ഞെടുത്ത് തെറ്റിപ്പോയോ എന്ന് തോന്നിപ്പോകും. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? പത്രോസ് തള്ളി പറയുന്ന കർത്താവിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാ കർത്താവ് അവന് തിരുമേശ കൊടുത്തത്. ഞാനാണ് തിരുമേശ കൊടുക്കുന്നതെങ്കിൽ നീ തള്ളി പറയുന്നുവല്ലോ, മനസ്സിലായി, ഞാൻ നിനക്ക് തരത്തില്ല കേട്ടോ. 11 പേർക്കാണ് കർത്താവ് തിരുമേശ കൊടുത്തത്. ആ തിരുമേശ കൊടുത്തതിൽ ഒരുവൻ കർത്താവിനെ തള്ളി പറയുന്ന കർത്താവിന് അറിയാമായിരുന്നു. എന്ന് പറഞ്ഞ ഇവൻ പ്രാകുകയും ശപിക്കുകയും. നിങ്ങൾ 26-ാം അധ്യായം 70-ാം വാക്യം മുതൽ വായിക്കണം, മത്തായി സുവിശേഷം. അവിടെ എഴുതിയിരിക്കുന്ന ആ പ്രാകാനും ശപിക്കാനും തുടങ്ങിയ ഇത് യേശുവിനെ അറിഞ്ഞിട്ട് ആണ് കർത്താവ് തിരുമേശ കൊടുത്തതെന്ന് എന്ന് പറഞ്ഞ് ഇവൻ കുറച്ച് കഴിഞ്ഞ് എന്നെ പ്രാകാനും ശപിക്കാനൊക്കെ തുടങ്ങുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും സ്നേഹിച്ചെന്ന്. എന്റെ അമ്മോ, എന്നാണ് പാടാടിയത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പ്രാകാനും ശപിക്കാനും ഒക്കെ തുടങ്ങുമെന്ന് അറിഞ്ഞിട്ടാണ് യേശു സ്നേഹിച്ചതെന്ന്. നീ ഇപ്പൊ മനസ്സിലിരിക്കുന്ന കാര്യം എന്താ അറിയോ? നീ ദൈവത്തിൽ നിന്ന് എവിടെ അകന്നുപോയി. പത്രോസിന്റെ യേശുവിന്റെ കാര്യം എങ്ങനെയാണെന്നറിയോ? ഇവൻ പ്രാകാനും ശപിക്കാനും തുടങ്ങുമെന്ന് നേരത്തെ അറിയായിരുന്നു, എന്നിട്ട് അവനെ സ്നേഹിച്ചെന്നാ. അതിന്റെ കാരണം എന്തുവാ? ഇവൻ പ്രാഗിയാലും ശപിച്ചാലും ഇവനെ ഞാൻ നേതാവാക്കാതെ വിടത്തില്ല, ഇവനെ ഞാൻ അവിടെ. അങ്ങനെ ദൈവം വിടത്തില്ല എന്ന് ഉറപ്പുള്ളവരാ ഈ നിരന്നിരിക്കുന്നേ. ഇതിൽ ഒരെണ്ണം പോകത്തില്ല, ഇതിൽ ഒരെണ്ണം നശിക്കത്തില്ല. ചിലര് പറയാല് നീ നന്നായ ദൈവം നിന്നെ ഉയർത്തും, അല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും. ഇവിടെ എനിക്ക് അങ്ങനെ പറയാനില്ല. നിന്നെ നന്നാക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. പത്രോസേ, നീ തള്ളി പറയും ദൈവത്തിന് അറിയായിരുന്നു. ഞാൻ ആ വാചകം ഒന്ന് വായിക്കട്ടെ. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. അപ്പോൾ കോഴി കൂവി. പ്രാകുവെന്ന് നേരത്തെ അറിയായിരുന്നു. ആണയിട്ട് എനിക്ക് അങ്ങനെ പറയുന്നത് നേരത്തെ അറിയായിരുന്നു. ഇവൻ പിന്മാറുമെന്ന് നേരത്തെ അറിയായിരുന്നു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, നീ ഇങ്ങനെയാണെന്ന് നേരത്തെ കർത്താവിനറിയാം. ഈ പ്രാക്കും ഈ ആവശ്യമില്ലാത്ത വർത്താനമൊക്കെ നീ നേരത്തെ പറയുന്ന കർത്താവിനറിയാം. യേശുവിന്റെ കൂടെ ഇരുന്നിട്ട് ഈ കയ്യിൽ ഒപ്പിക്കുമെന്ന് നേരത്തെ അറിയായിരുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, യേശുവിന് നേരത്തെ അറിയാൻ നീ പ്രാകാനും ശപിക്കാനൊക്കെ പോകുന്നതെന്ന്. എന്നിട്ട് അയാളുടെ മുഖത്തൊക്കെ പറ, പക്ഷെ അവൻ നിന്നെ വിടൂല എന്നുള്ള തീരുമാനത്തില്ലാന്ന് പറ. അവൻ നിന്നെ വിടത്തില്ല കേട്ടോ. അവന് തെരഞ്ഞെടുത്തത് അബദ്ധം പറ്റിയിട്ടല്ല, അവൻ നിന്നെ തെരഞ്ഞെടുത്തത് ഒരു വലിയ ഉദ്ദേശത്തിലാണ്. ആ ഉദ്ദേശത്തിൽ നിന്ന് നീ മാറിപ്പോകത്തില്ല, മാറിപ്പോകത്തില്ല, മാറിപ്പോകത്തില്ല. കൈയടിച്ചോണ്ട് പറ, മാറിപ്പോകത്തില്ല, മാറിപ്പോകത്തില്ല, മാറിപ്പോകത്തില്ല. ആ ഉദ്ദേശത്തിൽ നിന്ന് നീ മാറിപ്പോകത്തില്ല, ആ ഉദ്ദേശത്തിൽ നീ പറ.
ഒരാളോടും കൂടെ പുറത്തിരിക്കുന്ന വേറൊരാളോട് പറ, നീ പ്രാഗവും ശപിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നേരത്തെ അറിയായിരുന്നു കർത്താവിനെ. പക്ഷെ എന്നിട്ടും കർത്താവ് അവനെ സ്നേഹിച്ചു. ആ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സ്നേഹം ഒരു നാൾ ഉപേക്ഷിക്കുന്നതല്ല, ആ സ്നേഹം അവനെ തിരിച്ചു കൊണ്ടുവരുന്നത്. പിശാച് എന്തിനാണോ പ്രസംഗകരെ കൊണ്ട് തെറ്റായി നീ പിന്മാറി പോയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ അടിക്കും കൊല്ലും എന്നൊക്കെ പറയുന്നതെന്നറിയോ? അത് പിശാചിന്റെ ഒരു സൂത്രമാണ്. പിന്മാറിപ്പോയ പത്രോസിനെ ദൈവം സ്നേഹിച്ചതാണ് അവനെ തിരിച്ചു കൊണ്ടുവരാൻ കാരണമായത്. പിന്മാറിപ്പോയ ഒരാളെ വീണ്ടും തല്ലുവെന്ന് പ്രസംഗിച്ചാൽ യെശയ്യാവ് പറയുന്നത്, നിന്നെ അടിച്ചിട്ട് എന്ത് കാര്യം, നീ വീണ്ടും പിന്മാറത്തേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിന്നെ സ്നേഹമാ. നീ പിന്മാറി പോകുമ്പോഴും എനിക്ക് നിന്നെ രക്ഷിക്കാൻ ആഗ്രഹമുള്ളത്. നിന്നെ ഉപേക്ഷിക്കാനല്ല ആഗ്രഹമുള്ളത്, നിന്നെ രക്ഷിക്കാൻ അവൻ ആഗ്രഹമുള്ളത്, നിന്നെ രക്ഷിക്കാൻ ആഗ്രഹമുള്ളത്. എന്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറയാവോ? ഇനി അനക്ക തമാശ എന്നാന്നറിയോ? വേറെ ആരും പ്രാഗവും ശപിക്കുകയൊന്നും ചെയ്തില്ല. അവരെ ആരും കർത്താവ് പിടിച്ച് നേതാവും ആക്കിയില്ല. ഈ പ്രാഗിയോനെ പിടിച്ച് നേതാവാക്കിയെന്ന രസം. എത്ര ആൾക്കാരുണ്ട് അവിടെ നേതാവാക്കാൻ. യോഹന്നാനുണ്ട്, നാറി ചാറി കിടന്നവൻ. ബാക്കി 11 പേര്. യാക്കോബുണ്ട്, മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ. നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? അവരെയൊന്നും പിടിച്ച് കർത്താവ് നേതാവാക്കിയില്ല. ഈ പ്രാഗും ശപിക്കുകയൊക്കെ ചെയ്തവനെ പിടിച്ച് നേതാവാക്കി. സ്വർഗത്തിന് അറിയാം നേതാവാകാൻ കൊള്ളുന്നവനാ, പക്ഷെ ഇപ്പൊ ഒന്ന് തെറ്റിയേ ഉള്ളൂ. മനസ്സിലായില്ല? അടുത്തിരിക്കുന്നവരോട് പറ, നേതാവാകാൻ തെരഞ്ഞെടുത്തതാ, പക്ഷെ ഒന്ന് തെറ്റിയേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് നേതാവാകാൻ തെരഞ്ഞെടുത്തത് വേറൊരാൾക്ക് കർത്താവ് മാറ്റിക്കൊടുക്കാനല്ല പ്ലാൻ, നിന്നെ തന്നെ നേതാവാക്കാനാ പ്ലാൻ. ഞാൻ എൻ്റെ കാര്യം പറയാം. നിങ്ങൾ എൻ്റെ കൂടെ നേതാവ് വന്ന് തെറ്റിപ്പോയാൽ ഞാൻ പറയും മാറിയിക്കണമെന്ന് പറയും. അതിപ്പോഴും ഞാൻ അങ്ങനെ, നാളെ അങ്ങനെയായിരിക്കും. പക്ഷെ കർത്താവ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം നിങ്ങളെ മാറ്റാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ കർത്താവിനൊരു കാര്യം അറിയാം, ഇവൻ ഇപ്പൊ തെറ്റിയാലും ഇവനെ നേതാവാക്കാനാണോ എൻ്റെ തീരുമാനം, അവിടെ ഞാൻ എത്തിച്ചിരിക്കും. നിന്നെ നേതാവാക്കിയിട്ടേ ദൈവം വിടത്തുള്ളൂ, നിന്നെ നേതാവാക്കിയിട്ടേ ദൈവം വിടത്തുള്ളൂ. എന്നെ ഇടപാടല്ല, നേതാവാകാനാ ദൈവം നിന്നെ കണ്ടതെങ്കിൽ. അടുത്തിരിക്കുന്നവരോട് പറ, തെറ്റിപ്പോയാലും രക്ഷയില്ല, നിന്നെ പിടിച്ച് നേതാവാക്കും. തെറ്റിപ്പോയാലും നേതാവൊക്കെ അല്ല, തെറ്റിപ്പോയാലും രക്ഷയില്ല. അവന്റെ ഉദ്ദേശത്തു നിന്ന് നിന്നെ പിശാച് അല്പനേരത്തേക്ക് കൊണ്ടുപോകാം, പക്ഷെ പൂർണ്ണ ശക്തിയോടെ അവൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. അവനെ നീ എന്താണോ അവൻ നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചത് അവിടെ അങ്ങനെ തന്നെ നിന്നെ അവ എത്തിക്കും. നമ്മുടെ തെറ്റിപ്പോകുമ്പോ നമ്മുടെ പ്രതീക്ഷ പോകും അല്ലേ? വേദവസം പറയുന്നത് പത്രോസ് മാറിപ്പോയിരുന്ന് ആർത്ത് കരഞ്ഞു. അവന് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, യേശുവിനോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റണില്ല. അതിനാ പറഞ്ഞ് സ്വയം നന്നാകാൻ പറ്റുന്നില്ല, ബലഹീനനാണ്. അപ്പുറത്ത് പോയിരുന്ന് കരയുവാ, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ഇങ്ങനെ. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചയാളോ നീ? അവൻ നിന്നെ നേതാവാക്കാതെ വിടത്തില്ല. നീ ചിന്തിച്ചിട്ട് ഇടയ്ക്ക് പറഞ്ഞാണ് ഞാൻ എന്നും ഇങ്ങനെയാ, അതുകൊണ്ട് നേരെ നോ വറീസ്, നോ വറീസ്, നോ വറീസ്. നിന്റെ ഉള്ളിൽ ഒരു ഗദ്ഗതം വന്നില്ലേ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ തെറ്റിപ്പോയി. സ്വർഗം പറയും, മോനെ നീ സാഹചര്യങ്ങളെ സമ്മർദ്ദം കൂടെ തെറ്റിക്കോ, പക്ഷെ ഞാൻ നിന്നെ വിടത്തില്ല. അടുത്തിരിക്കുന്ന ആൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് പറ, നീ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊക്കെ തെറ്റി കാണാം, പക്ഷെ അവൻ നിന്നെ വിടത്തില്ല. ചെയ്യേ ചെയ്യേ. അടുത്തിരിക്കുന്ന ഒരാൾ കെട്ടിപ്പിടിച്ചിട്ട് പറ, പുനേട അവൻ നിന്നെ വിടത്തില്ല. എന്റെ കാര്യം ഞാൻ പറയാവേ, കള്ളത്തരത്തിന് കൂട്ടുതൂക്കാൻ പ്രാർത്ഥിച്ച ആളാ ഞാൻ. അറിവില്ലായ്മയിൽ എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നറിയോ? ഞാൻ വിചാരിച്ച കർത്താവ് കളയുമെന്ന്.
ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഇനി നിനക്ക് എന്നെ വേണോ? അന്നത്തെ അറിവനുസരിച്ച് അതോടെ തീർന്നു എന്നാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ പറയാം, ഞാൻ തീർന്നെന്ന് വിചാരിച്ചിടത്തൊക്കെ വീണ്ടും കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ അതിവിശുദ്ധനായതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നേ, അവൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ വരാത്തോണ്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവൻ എന്നെ വിളിച്ച വിളിയിൽ നിന്ന് ഇതുവരെ തള്ളിക്കളയാഞ്ഞതുകൊണ്ടാണ് നിൽക്കുന്നത്. അവനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. തള്ളിക്കളയാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അവൻ ശക്തനല്ലാതാകുകയാ. അവൻ ശക്തനാണ്. അവൻ നിന്നെ എന്തുദ്ദേശത്തിന് വിളിച്ചോ അവിടെ എത്തിക്കാൻ അവൻ ശക്തനാണ്. അവൻ നിന്നെ എന്തുദ്ദേശത്തിൽ നിന്നെ വിളിച്ചോ അവിടെ എത്തിക്കാൻ അവൻ ശക്തനാണ്. എന്തുദ്ദേശത്തിൽ നിന്നെ വിളിച്ചോ അവിടെ എത്തിക്കാൻ നിന്നെ ശക്തനാണ്. നിങ്ങൾ യോനയെ കണ്ടിട്ടുണ്ടോ? യോന നമ്മള് തിമിംഗലം വിഴുങ്ങി എന്നൊക്കെയാ പറയുന്നത്. തിമിംഗലം വിഴുങ്ങിയോ? ഏത് വിഴുങ്ങി? ഏതോ ഒരെണ്ണം വിഴുങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇവനെന്നെ മനസ്സിലായി ഈ കാറ്റും കടലും ഒക്കെ ഇളകുന്നതിന്റെ കാരണം ഞാനാണ്. ഇവൻ പറഞ്ഞു എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടേക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ആത്മഹത്യ ചെയ്തേക്കാന്ന്. എന്നെ വെള്ളത്തിലേക്ക് എടുത്തിടാൻ അവൻ പറഞ്ഞു എന്നെ കൊന്നേക്കടേ, ഞാൻ കാരണം നിങ്ങൾ അനുഭവിക്കേണ്ടെന്നാണ്. കടലിലേക്ക് ആരെങ്കിലും എടുത്തിടാൻ പറയുമോ? കാറ്റും കടലും ഇളകി നിൽക്കുമ്പോ പ്രവാചകന്റെ ഭാഷ, ഞാൻ അകന്നുപോയി, ഞാൻ ഇനി ചത്താലേ നേരെയാവത്തുള്ളൂ. യോനയുടെ ഭാഷയാ ഞാൻ പറഞ്ഞേ, നീ എന്നെ കടലിലേക്ക് എറിഞ്ഞേക്ക, നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടോ, ഞാനോ കുരുത്തം കെട്ടതായി പോയി. അങ്ങനെ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, അങ്ങനെ ഇനി ആ പറഞ്ഞ സ്ഥിതിക്ക് ഇവനെ വിടാൻ കൊള്ളത്തില്ല. ഒരു മീനെ, ഏത് മീനാണോ, സ്രാവാണോ, തിമിംഗലമാണോ, എന്തായാലും വിഴുങ്ങാൻ പറ്റുന്നൊരു കക്ഷി അയച്ചിട്ട് പറഞ്ഞു പിടിച്ചോളാൻ പറഞ്ഞു. 3 ദിവസം അതിന്റെ ഉള്ളി ഇട്ടു എന്നാ പറയുന്നേ. അത് നേരെ എവിടാണോ അവനെ എത്തിക്കേണ്ടത് ആ കരയെ കൊണ്ട് അതിനെ ഛർദിച്ചെന്ന. അവൻ സ്വയം പോയില്ല, അവൻ ചാവാനാ പോയേ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ അവൻ ചാവാനാ പോയേ, നന്നാവാൻ പോയല്ല, ചാവാൻ പോയാനാ. ചാവാൻ പോയവനെ കർത്താവ് അങ്ങ് പിടിച്ചു പറഞ്ഞേ. എന്നിട്ട് ദൈവം എവിടാണോ എത്തിക്കണമെന്ന് ഉദ്ദേശിച്ചത് അവിടെ കൊണ്ട് ഛർദിച്ചെന്ന. ഈ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന എന്നതിനാന്നറിയാം? എടാ നീ ചാവാൻ വിചാരിച്ച പോലും നടക്കത്തില്ലെന്ന്. അടുത്തിരിക്കുന്നവരോട് പറ, നീ ചാവണമെന്ന് വിചാരിച്ചാൽ പോലും ദൈവ വിളി നിന്നെ തടയുമെന്ന് പറ. ദൈവവിളിയുള്ളവൻ ചാവണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ലവേ. അങ്ങനെയാണെങ്കിൽ യോന ചത്തേനെ. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവവിളിയുള്ള നീ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചാലും പരിപാടി നടക്കത്തില്ല. നീ തൂങ്ങുന്ന കയറ് പൊട്ടി വീഴും, നാണം കെടാന്നേ ഉള്ളൂ മാർഗം. അടുത്തിരിക്കുന്നവരോട് പറ, യോനയാണോ? ഇതുവരെ ചെന്ന് ചാടാത്ത മീന്റെ വായി ചെന്ന് പെടണ്ടായെങ്കിൽ പറഞ്ഞ സ്ഥലത്തേക്ക് മര്യാദയ്ക്ക് പോകുന്ന നല്ലത്. വല്ല മീന്റെ വണ്ടി വയറ്റി കയറി അതിന്റെ ആസിഡും കുടിച്ച് 2 ദിവസത്തിന് ഉപവാസം കിടന്ന് ഒന്നും അതിന്റെ ആവശ്യമില്ല, മര്യാദയ്ക്ക് പോയാ എന്തായാലും നിന്നെയും കൊണ്ടേ കർത്താവ് പോകത്തുള്ളൂ. എന്നെ ഇടപാടല്ലേ. ഇങ്ങനെയൊന്നും പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്കറിയാവുന്ന നീ തെറ്റിപ്പോയാൽ നിന്നെ നല്ലും നീ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല, നീ വീട് നരകപ്പെടും. പക്ഷെ പുസ്തകം വായിച്ചപ്പോഴാ മനസ്സിലായേ, യേശു പറഞ്ഞു ഉദാഹരണത്തിലുള്ള യോന പോലും കർത്താവ് പറഞ്ഞു കേട്ടവനല്ല, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവനാ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയല്ല, എന്നെ കടലിലേക്ക് ഇട്ടോ, എന്നെ കൊന്നോ എന്ന് പറഞ്ഞ് കടലിലേക്ക് ഇടാൻ അനുവദിച്ചവനാ. പക്ഷേ വിളിച്ച വിളി അവനെ തിരിച്ചു കൊണ്ടുവന്നു.